ഗുഡ് ഈവനിങ് മാറ്റിനി ഫെബിലാറേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിസിനസ് സ്ട്രാറ്റജിയുടെ ഒരു സെഷൻ കൂടെ നമ്മൾ കേൾക്കാൻ പോവുകയാണ്. ഇന്നത്തെ സെഷന്റെ പ്രത്യേകത നാട്ടിൽ, പ്രത്യേകിച്ച് കേരളത്തിന് വെളിയിലും അല്ലെങ്കിൽ ഇന്ത്യയിലും ഒക്കെ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന ഒരു മിഷൻ വളരെ ഊർജത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സ്റ്റാർട്ടപ്പ് മിഷൻ, പ്രത്യേകിച്ച് സ്റ്റുഡൻസിന്റെ പാർട്ടുമായിട്ട് ബന്ധപ്പെട്ടാണ് സ്റ്റാർട്ടപ്പ് മിഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കേരളത്തിലെ കോളേജുകളിലും സ്കൂളുകളിലും യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം എന്നൊക്കെ പറയുന്ന പോലെ, അപ്പൊ ആ ഒരു തലത്തിൽ നിന്ന് നോക്കുമ്പോൾ എന്താണ് സ്റ്റുഡൻസിന് ഒരു സ്റ്റാർട്ടപ്പിലേക്ക് എത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം? ഇന്നത്തെ ബിസിനസ് സ്ട്രാറ്റജിയിൽ സുദീപ് സാറ് നമ്മോട് സംസാരിക്കുന്നത് ഈ ഒരു വിഷയത്തെ കുറിച്ചായിരിക്കും. ഒരു സ്റ്റുഡൻസ് എഡിഷനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം സുദീപ് സാർ, യുവർ വെൽക്കം. താങ്ക് യു വെരി മച്ച് സാർ. ഞാനൊന്ന് ഷെയർ ചെയ്ത് നോക്കിയതായിരുന്നു. ഓക്കെ, ഞാനൊന്നുകൂടെ ഷെയർ ചെയ്യാം. സാർ കാണാമല്ലോ? കാണാം. ഓക്കെ. ഗുഡ് ഈവനിങ് ഓൾ. ഇന്ന് നമ്മുടെ സെഷന്റെ 4ാമത്തെ ദിവസമാണ്, സ്ട്രാറ്റജീസ് ഇൻ ബിസിനസ്. അപ്പം സാബു സാർ ഒരു ഡിസ്കഷൻ ചെയ്തത് എക്സാമിനെ കുറിച്ച് എന്ന് റിലേറ്റ് ചെയ്യും എന്നുദ്ദേശിച്ചാണ് സാർ ഉദ്ദേശിച്ചത്. പക്ഷെ ഞാനത് മനസ്സിലാക്കിയത് ബിസിനസ്സിനെ കുറിച്ച്, അതായത് കുട്ടികളുടെ ഇടയ്ക്ക് അവരുടെ ഇൻട്രസ്റ്റ് എന്നുള്ള രീതിയിലാണ് ഞാനത് മനസ്സിലാക്കിയത്. എനിവേ, സാറ് പറഞ്ഞ ആ ഒരു സെഷൻ വീണ്ടും ചെയ്യുന്നതായിരിക്കും. ഇന്ന് സാറ് ആമുഖമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. സ്റ്റുഡൻസിന്റെ ഇടയിൽ ഓണ്ടർപ്രണർഷിപ്പ് വളർത്തേണ്ടത് അത്യാവശ്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ അതുപോലെ കോമ്പറ്റീഷനാണ്. ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറയുന്ന ഒരു സാഹചര്യം വരുമ്പോൾ സ്വയം പര്യാപ്തതയിലേക്ക് നമ്മൾ മാറുക എന്നുള്ളത് വലിയൊരു അത്യന്താവശ്യം. ഇപ്പൊ കേരളം തന്നെ നമ്മൾ അരിക്കും പഞ്ചസാരയ്ക്കും അല്ലെങ്കിൽ മറ്റ് വിഭവങ്ങൾക്ക് അല്ലെ പച്ചക്കറിക്കൊക്കെ മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കുക എന്ന് നമ്മൾ പറയും. പണ്ടൊക്കെ എന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടുള്ള വില്ലേജ് എന്ന് പറയുന്നത് എന്റെ നെല്ല് കൊയ്ത് അരി എല്ലാം പൊടിച്ച് എല്ലാ രീതിയിലും നമ്മുടെ ആ പണ്ടത്തെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. നമുക്ക് എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. ഇന്നെന്ന് പറയുന്നത് നമ്മൾ ഒരു കോർപ്പറേറ്റ് സ്റ്റൈലിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ, ഞാനൊരു പൊളിറ്റിക്കലോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ സംസാരിക്കില്ല. ഏത് ഗവൺമെന്റ് വന്നാലും ഇത് പണ്ട് തൊട്ടേ അരി വാങ്ങിച്ചോണ്ടിരുന്നത് അല്ലേ? ഇപ്പൊ പുതിയതായിട്ടൊന്നും അല്ലല്ലോ വാങ്ങാൻ പറ്റും. പണ്ട് തൊട്ടേ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ എത്ര നാൾ ഇത് ചെയ്യും, അല്ലെ എത്ര നാൾ നമ്മളൊരു കമ്പനിയിൽ വേണ്ടി വർക്ക് ചെയ്യും? തീർച്ചയായും ഒരു സ്വയം പര്യാപ്തത വേണം. അപ്പൊ ഒരു ഗ്ലോബലൈസേഷന്റെ ഭാഗമായി ഇന്ന് വീട്ടിൽ ഇരുന്ന് ജോലി ചെയ്യാൻ പറ്റുന്നു. എവിടെ ജോലി ചെയ്യുന്നത്? ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ട് നമ്മൾ ജോലി ചെയ്യുന്നു. ഇന്ന് അതും മാറിയിട്ട് നമുക്ക് നമ്മുടേതായ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുകയും സ്വയം പര്യാപ്തതയിലേക്ക് കയറുകയും ചെയ്യുന്ന ഒരു കാലത്താണ്. അമേരിക്ക എങ്ങനെ ഡെവലപ്പ് ചെയ്തെന്ന് പറഞ്ഞാൽ, അന്ന് ആ സമയത്ത്, ഇപ്പോഴത്തെ അമേരിക്കയല്ല, ഒരു 30 വർഷം മുമ്പുള്ള അമേരിക്ക ഡെവലപ്പ് ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് സ്കൂൾ കോളേജ് ലെവലുകളിൽ സ്റ്റാർട്ടപ്പുകൾ സ്റ്റാർട്ട് ചെയ്യാൻ അവരെ സഹായിച്ചത്. അപ്പൊ അവർ സ്വയം പര്യാപ്തത നേടുകയും പല സ്റ്റാർട്ടപ്പുകൾ പൊളിഞ്ഞു പോയിട്ടുണ്ട്. അത് സത്യാവസ്ഥയാണ്. ഇപ്പൊ കേരളത്തിൽ തുടങ്ങിയ സ്റ്റാർട്ടപ്പുകളായാലും ഇന്ത്യയിൽ തുടങ്ങിയ സ്റ്റാർട്ടപ്പുകളായാലും പൊളിഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ സക്സസ് ആയ ഒരു ലോകം കീഴടക്കി. ചെറിയ രീതിയിലായിരിക്കും അവർ തുടങ്ങി. ഇന്ന് കേരളത്തില് ഗവൺമെന്റ് നല്ല രീതിയിൽ തന്നെ സ്റ്റാർട്ടപ്പുകൾക്ക് പ്രോത്സാഹനം കൊടുക്കുന്നു. അപ്പൊ ഈ പ്രോത്സാഹനം കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അവരെ സഹായിക്കുകയും ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പൊ അവരെ എങ്ങനെ സഹായിക്കാം എന്നൊരു തോട്ടിലാണ് സാബു സാറും ഞാനിവിടെ എത്തിയത്. എന്നാൽ നമ്മളിപ്പോ ഒരു ഗവൺമെന്റ് സെഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ ഡയറക്റ്റ് ഐഡിയേഷൻ പ്രോഗ്രാം അല്ലെങ്കിൽ നിങ്ങളൊരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കുക, നിങ്ങൾക്ക് ഐഡിയ ഉണ്ടോ എന്നുള്ളത്. ഇപ്പൊ നമ്മൾ അതല്ല, ഏറ്റവും ബേസിക് റൂട്ടിലേക്കാണ് പോകുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു ബിസിനസ് തുടങ്ങാൻ താല്പര്യം ഉണ്ടോ, അല്ലെങ്കിൽ ആ താല്പര്യം എങ്ങനെ നിങ്ങൾക്ക് ഒരു പ്ലാനിങ്ങിലൂടെ, പെട്ടെന്ന് ജോലി കിട്ടാതിരിക്കുമ്പോൾ എന്നാൽ പിന്നെ നമുക്കൊരു ബിസിനസ് തുടങ്ങിയാലോ, അല്ലെ പിന്നെ സാരമില്ല കുറച്ചു നാൾ ജോലി ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എന്നാ പിന്നെ ഒരു ബിസിനസ് കിട്ടുക. അപ്പൊ ജോലി കിട്ടിയാൽ ഒരു ബിസിനസ് തുടങ്ങാം, വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ, വീട്ടുകാരുടെ വഴക്ക് കേൾക്കാതിരിക്കാൻ ഒരു ബിസിനസ് തുടങ്ങാം. ഇങ്ങനെ പലപ്പോഴും എന്താ പറയുന്ന ബിസിനസ് തുടക്കുന്നത് പല പല റീസൺ കൊണ്ടാണ്. എന്നാൽ നമ്മൾ
കുട്ടികൾക്ക് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള പാഷൻ ഉണ്ടോ എന്ന്, അഭിരുചി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ഈ ഒരു സ്ട്രക്ചർ നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. എന്ന് പറഞ്ഞ ഒരു കമ്പനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ, അല്ലെ ഏതൊരു മൾട്ടിനാഷണൽ ലോക്കൽ കമ്പനി ആയാലും അതിന് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് എൻവയോൺമെന്റിൽ, അതായത് ഈ ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനം മാത്രമാണ് അവർ സെർച്ച് ചെയ്യുന്നത്. അപ്പം റിസോഴ്സിനെ, അതായത് ഹ്യൂമൻ വേണമല്ലോ വർക്ക് ചെയ്യാൻ. അദ്ദേഹം ഒരാൾ മാത്രം ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ വർക്ക് ചെയ്യുന്ന കമ്പനികളുമുണ്ട്. അത് എത്ര നാൾ സോളോപ്രണറായിട്ട് വർക്ക് ചെയ്യുന്ന, അതൊക്കെ സെക്കൻഡ് ലെവലിലേക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാം. മെറ്റീരിയൽ വേണം, ടെക്നോളജി വേണം. ഇതെല്ലാം എൻവയോൺമെന്റിൽ നിന്ന് കളക്ട് ചെയ്തതിന് ശേഷം ആ ഓണർ, സപ്പോസ് യു ആർ ദ ഓണർ, അപ്പം ഒരുപക്ഷെ ഈ മെറ്റീരിയൽ നിങ്ങളുടെ വീട്ടിൽ നിന്നായിരിക്കാം, ഈ ടെക്നോളജി നിങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഔട്ട്സോഴ്സ് ചെയ്യുന്നതായിരിക്കാം, മെറ്റീരിയൽ ഔട്ട്സോഴ്സ് ചെയ്യുന്നതായിരിക്കാം, ഹ്യൂമൻ റിസോഴ്സും ചിലപ്പോൾ നിങ്ങൾ ഫ്രീലാൻസറെ വെച്ചതായിരിക്കാം, ക്യാപിറ്റൽ ഒരുപക്ഷെ കടം വാങ്ങിച്ചായിരിക്കും, പേരൻസിന്റെ നിന്ന് വാങ്ങിച്ചായിരിക്കാം, വാട്ട് എവർ. ഇത്രയും എടുത്ത് നിങ്ങൾ ഒരു കമ്പനി ഫോം ചെയ്യും. ആ കമ്പനിക്ക് നിങ്ങൾക്ക് കുറച്ച് ഒബ്ജക്റ്റീവ്സും കാര്യങ്ങളും എല്ലാം നിങ്ങൾ സെറ്റ് ചെയ്യുന്നു. എന്തായിരിക്കും ഒബ്ജക്റ്റീവ്സ്? കുറച്ച് സ്ട്രാറ്റജീസ് ഉണ്ടായിരിക്കും. നമ്മളിത് പഠിക്കുന്നുണ്ട് സെഷനിൽ വെച്ച്. സ്ട്രാറ്റജീസ് ഉണ്ട്. നമുക്കൊരു സ്ട്രാറ്റജിയേ ഉള്ളൂ പ്രോഫിറ്റ് ഉണ്ടാകും, അല്ലെ? ഹൗ ടു മേക്ക് മണി. അപ്പൊ ആ ഒരു ബേസിസിലാണ് ഈ ഓർഗനൈസേഷൻ ഫോം ചെയ്യുന്നത്. ഈ ഓർഗനൈസേഷൻ ഫോം ചെയ്യുന്നതിന്റെ ഓണറിനെ സംബന്ധിച്ചോളം നമ്മളെ കൊണ്ട് പണിയെടുപ്പിച്ചു ലാഭം ഉണ്ടാകും. ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചോളം ജോലി ചെയ്ത് എനിക്ക് ശമ്പളം കിട്ടണം. ശമ്പളം കിട്ടിയാൽ എനിക്ക് എൻ്റെ കുടുംബം പുലർത്താം, എനിക്കൊരു കാറ് വാങ്ങാം, അല്ലെങ്കിൽ ഒരു വീട് വെക്കാൻ പറ്റും. അപ്പൊ ഓരോരുത്തർ അവരവർ ചെയ്ത വിഷൻ അനുസരിച്ച് അവർക്കൊരു മിഷൻ ക്രിയേറ്റ് ചെയ്യും, അവർക്കൊരു ഗോൾ സെറ്റിംഗ് ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ കരിയറോ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷനും നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പം തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണ്. വെദർ യു വാണ്ടഡ് ടു വർക്ക് ഫസ്റ്റ് then start a company, or you wanted to start a company. Directly start a company എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാം. ഈ കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അറിയാം. പല കമ്പനികളും പൂട്ടിപ്പോകുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ. പിന്നെ there is lot of pressure from the parents and the society that ഇത്രയും നാളായിട്ട് ഒന്നും നടന്നില്ലേ. പലപ്പോഴും നമ്മൾ കാണുന്നില്ലേ, ഈ പ്രത്യേകിച്ച് യുവാക്കളൊക്കെ ഒരു 30 വയസ്സ് 35 വയസ്സൊക്കെ കഴിയുമ്പോൾ ആൾക്കാർ ചോദിക്കുന്ന കല്യാണമൊന്നും ആയില്ലേ എന്ന് ചോദിക്കുന്നത് പോലെ ബിസിനസ് ഒന്നും ഫ്ലറിഷ് ചെയ്യുന്നില്ലേ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനെ നമ്മൾ പേടിക്കുന്നത് കൊണ്ടാണ് ഒരു ബിസിനസ്സും, അല്ലെങ്കിൽ ഒരു ബിസിനസ് ഞാൻ പറയുന്നില്ല, പല ബിസിനസ്സുകളും പലരും ഇട്ടിട്ട് പോകും. പക്ഷെ എന്നാൽ നിങ്ങൾ സ്ട്രക്ചറായിട്ട്, നിങ്ങളുടെ സ്ട്രാറ്റജിക്കലായിട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കും. അങ്ങനെയെങ്കിൽ നിങ്ങളൊരു ഗോൾ സെറ്റിംഗ്, ഒബ്ജക്റ്റീവ് സെറ്റിംഗ് ചെയ്യാം. ഇത് ലാസ്റ്റിലേക്ക് നമുക്ക് ആ ഒരു സെഷനിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് കുറച്ച് പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ ഡിസ്കവർ യുവർ പാഷൻ ആൻഡ് സ്കിൽസ്. നിങ്ങൾക്കൊരു പാഷൻ ഉണ്ടോ, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് സ്കിൽ ഉണ്ടോ എന്ന് നിങ്ങൾ സ്വയം അനലൈസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക്, ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് പേന ഉണ്ടാക്കുന്ന കമ്പനിയാണ്, അല്ലെ ടിഷ്യൂ പേപ്പർ ഉണ്ടാക്കുന്ന കമ്പനിയാണ്. ഈ കമ്പനിയാണ് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഏത് മാർക്കറ്റിലോട്ടാണ് പോകുന്നത്? ഈ ടിഷ്യൂ പേപ്പർ സെല്ല് ചെയ്യുന്ന ആരൊക്കെയാണ് ഉപയോഗിക്കുന്നത്? മാർക്കറ്റ് ഷെയർ എത്രയാണ്? മാർക്കറ്റ് വാല്യൂ എത്രയാണ്? ഇതിന്റെ MRP എത്ര കൊടുക്കാൻ പറ്റും? നമുക്ക് എത്ര കോസ്റ്റ് വരും? ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് അറിഞ്ഞിട്ട് വേണം നമ്മളൊരു ബിസിനസ്സിലോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ. അതുകൊണ്ടാണ് സെക്കൻഡ് വൺ, റിസർച്ച് ആൻഡ് പ്ലാനിങ്. ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യാം. ഇനി ഈ യൂണിവേഴ്സിറ്റി തന്നെ മൂന്നാമതായി പറയുന്നത്, ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. മൂന്നാമത്തെ ഒരു കാര്യം, ലെവലേജ് യൂണിവേഴ്സിറ്റി റിസോഴ്സസ്. നമ്മുടെ കോളേജിൽ യൂണിവേഴ്സിറ്റി ലെവലിൽ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയുള്ള എല്ലാവിധ റിസോഴ്സ്, ഇൻക്യുബേഷൻ സെന്റേഴ്സ്, സ്റ്റാർട്ടപ്പ് ആൾക്കാർ വന്ന് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ചിലരൊക്കെയാണ് പറയുന്നത്, ഒരു പക്ഷേ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ലോൺ എടുത്തിട്ട്, ആരും പറഞ്ഞു SBI സ്റ്റുഡൻസ് ലോൺ 20 ലക്ഷം കൊടുത്തു, 20 ലക്ഷം എടുത്തേക്കാം, അപ്പോൾ വലിയൊരു ലൊക്കേഷൻ എടുക്കുന്നു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, ആമസോൺ സ്റ്റാർട്ട് ചെയ്ത് ഏത് ഷെഡിൽ നിന്നാണ്?
ഫേസ്ബുക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്ത്? എല്ലാ കമ്പനി ഐഫോൺ സ്റ്റാർട്ട് ചെയ്ത് ഏത് ടൈപ്പ് ഷോപ്പിൽ നിന്നാണ്? ആ ഷോപ്പ് കണ്ട് നിങ്ങൾ ഷോക്ക് ഷോ ഞാനൊക്കെ കമ്പനി സ്റ്റാർട്ട് ചെയ്തതിനെക്കാട്ട് വലുതാണല്ലോ. അപ്പോൾ നമ്മള് എയിം ചെയ്യുന്നത് ബിഗ് ആണെങ്കിലും പക്ഷെ വി നീഡ് ടു സ്റ്റാർട്ട് എ ഹംബിൾ സ്റ്റാർട്ട്. അവിടുന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളെ ദൈവം എത്രമാത്രം കരുതുകയും വളർത്തി എന്നുള്ള രീതിയിൽ പോകുന്ന ഒരു തിരിച്ചറിയൽ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യു നീഡ് ടു സ്റ്റാർട്ട് ഫ്രം ദ സ്ക്രാച്ച്. അഞ്ചാമതായിട്ടുള്ളത് ബിൽഡ് എ സപ്പോർട്ട് നെറ്റ്വർക്ക്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ബിസ്ക്കറ്റിന്റെ ചെയ്യുകയാണെങ്കിൽ ബിസ്ക്കറ്റിന്റെ ബിസിനസ് ആണ്. ബിസ്ക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കഴിക്കുന്ന ബിസ്ക്കറ്റാണ്. ആ കഴിക്കുന്ന ബിസ്ക്കറ്റ് ആണെങ്കിൽ ആരൊക്കെയാണ് കഴിക്കാൻ സാധ്യതയുള്ളത്? ഏത് ടൈപ്പ് ബിസ്ക്കറ്റ് ആണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്? അതിന് ബ്രാൻഡഡ് ആണോ ഉപയോഗിക്കുന്നത്, ബ്രാൻഡ് അല്ലാത്തതാണോ ഉപയോഗിക്കുന്നത്, അതിനുള്ള കണ്ടന്റ് എങ്ങനെയാണ്, ആൾക്കാരുടെ ടേസ്റ്റ് എന്താ, ഈ കാര്യങ്ങളെല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു നെറ്റ്വർക്ക് വേണം. കാരണം എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ് ബിസ്ക്കറ്റ് വാങ്ങുന്നത്? ഓക്കെ, പബ്ലിക് വാങ്ങുന്നു. അതിനേക്കാട്ട് കൂടുതൽ ഒരു പക്ഷേ നിങ്ങൾ സ്കൂളുകളിൽ ടാർഗറ്റ് ചെയ്യാം. അപ്പോൾ യു നീഡ് ടു ഹാവ് എ ബിൽഡ് എ നെറ്റ്വർക്ക് ടു കണക്ട് ടു ദ സ്കൂൾ, കണക്ട് ടു ദ അസോസിയേഷൻ where the party is happening. Time management, that is also important. നിങ്ങൾ സ്റ്റുഡന്റ് ആണ്. ആ സ്റ്റുഡന്റ് ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ ഞാൻ ബിവോക്കിൽ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ സ്റ്റുഡൻസ് ദേ ആർ ഡൂയിങ് സം സൈഡ് ബിസിനസ്. അതിനൊരു കമ്പനി ഇല്ല, അത് ഫ്രീലാൻസർ ആയിട്ട് അവർ ചെയ്യുന്നു. അവർ നോക്കുകയാണ്, പോസിബിലിറ്റി നോക്കുകയാണ്. അവർക്ക് റെന്റ് കാർ ചെയ്യുന്നുണ്ട്, ടൂറിസംന്റെ ബുക്കിംഗ് ചെയ്യുന്നുണ്ട്, ചില വെബ് ഡിസൈനിങ് ചെയ്യുന്ന ഐ ടി പഠിക്കുന്ന. ഇപ്പം അദ്ദേഹം എന്റെ ഒരു സ്റ്റുഡന്റ് 2 വർഷമായി ഞാൻ പഠിപ്പിച്ച, അവന് പാസ് ഔട്ട് ആയിട്ട് ഈസ് വെരി ഗുഡ് നൗ. 2 വർഷം കൊണ്ട് ഹി ഹാസ് എസ്റ്റാബ്ലിഷ്ഡ് ഹിംസെൽഫ്. ആ പഠിക്കുന്ന സമയത്ത് തന്നെ ഹി സ്റ്റാർട്ടഡ് വെബ് ഡിസൈനിങ്. അവൻ അതിന് പാഷനായി. ഐ ടി പഠിക്കുന്ന സമയത്ത് തന്നെ പാഷനേറ്റ് ആയി. വെബ് ഡിസൈനിങ് ആൾക്കാർക്കൊക്കെ ചെയ്തു കൊടുക്കും. എടാ നിന്റെ പേരിൽ ഒരു വെബ്സൈറ്റ് ചെയ്തു തരട്ടെ, വളരെ സന്തോഷം, ഇത്ര രൂപ തന്നാൽ മതി, അതിന്റെ ചെറിയ കോസ്റ്റ് മാത്രം തന്നാൽ മതി. ദാറ്റ്സ് ഓൾസോ എക്സ്പീരിയൻസ് അല്ലേ? അപ്പം അത് പഠിക്കുന്ന സമയത്ത് ടൈം മാനേജ് ചെയ്യണം. കാരണം എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഇല്ലാതെ നിങ്ങൾ പോയി അവിടെ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഈസ് യുവർ ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ദാറ്റ്സ് ഓൾസോ മേക്സ് എ ബിഗ് ഡിഫറൻസ്. പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പ്ലോർ ദ ഫണ്ടിങ് ഓപ്ഷൻസ്. ഗവൺമെന്റ് നന്നായിട്ട്, സെൻട്രൽ ഗവൺമെന്റ് ആയാലും സ്റ്റേറ്റ് ഗവൺമെന്റ് ആയാലും തീർച്ചയായും നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇഷ്ടം പോലെ ഫണ്ടിങ് ഓപ്പർച്യൂണിറ്റീസ് തരും. അപ്പൊ നമുക്കിത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് വായിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഐഡിയാസ് നമുക്ക് ആദ്യം പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ അതുകൊണ്ട് ഈ 8 മുതൽ 14 വരെയുള്ള പോയിന്റ്സ് ഞാനൊന്ന് ആ പോയിന്റ്സ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നുണ്ട്. ഈ 7 പോയിന്റ്സ് ഒന്ന് ആദ്യം ഡിസ്കസ് ചെയ്യാം. ഡിസ്കവർ യുവർ പാഷൻ ആൻഡ് സ്കിൽസ്. നിങ്ങൾക്കൊരു പാഷൻ ഉണ്ടോ? പാഷൻ എന്ന് പറയുന്നത് സംതിങ് ദാറ്റ് റിയലി ഇൻട്രസ്റ്റിംഗ് ആൻഡ് വെൻ യു ഡു ഇറ്റ്സ് യു മേക്ക് സോ ഹാപ്പി അല്ലെ? സന്തോഷം തോന്നുകയും അതിലൂടെ നിങ്ങൾക്ക് ഒരു വിജയം ഞാൻ നേടി എന്ന് നിങ്ങൾക്ക് സ്വയം തോന്നുകയും ചെയ്യുന്നതിനാണ് പാഷനായിട്ടുള്ള ഒരു ജോലിയെ പറ്റി പറയുന്നത്. ചിലരൊക്കെ ടീച്ചേഴ്സ് ആയിട്ടുള്ളവരുണ്ട്, പക്ഷെ ടീച്ചേഴ്സ് മൈ പാഷൻ ഇസ് മ്യൂസിക് എന്ന് പറയും. എന്നാൽ മ്യൂസിക്കിലോട്ട് പോകാൻ പേടിയാണ്. കാരണം എന്താണ്? മ്യൂസിക്കിലോട്ട് പോയി ചിലപ്പോൾ അവസരങ്ങൾ കിട്ടുന്നില്ല. അപ്പൊ പാഷൻ ഈസ് സംതിങ് ഡിഫറെന്റ് ആൻഡ് പ്രൊഫഷൻ ഈസ് സംതിങ് ഡിഫറെന്റ് അല്ലെ? ഈ പാഷനെ പ്രൊഫഷൻ ആക്കാനും പ്രൊഫഷനെ പാഷൻ ആക്കാനും നിങ്ങൾക്ക് സാധിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി മണി ഈസ് പവർഫുൾ. അപ്പം നിങ്ങൾ ചോദിക്കുമായിരിക്കും, ഷോ എനിക്ക് പാഷൻ. യെസ്, പാഷന്റെ പുറകെ പോകുന്നവരുണ്ട്. എന്നാൽ ബിസിനസ് മാനേജ്മെന്റ് പഠിച്ച ഒരു വ്യക്തിക്ക് അല്ലെ ബിസിനസ്സിലോട്ട് ഇറങ്ങുന്ന സീ ദ ഡിഫറൻസ്. പാഷന്റെ പുറകെ പോകുന്ന ഒരു വ്യക്തിയിലല്ല ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ശരിക്കും ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ പാഷൻ എന്താണ്? മ്യൂസിക് ഇൻഡസ്ട്രിയിലോട്ടാണ് താല്പര്യമെങ്കിൽ മ്യൂസിക് ഇൻഡസ്ട്രിയിൽ അവൻ ചാടുക. എന്ന് പറഞ്ഞാല് ബിസിനസ്സുകാരൻ എന്ന് പറയുന്നത് പാട്ടുകാരനായിരിക്കൂ. വാട്ട് കൈൻഡ് ഓഫ് ബിസിനസ് യു ആർ ഡൂയിങ്? അതെന്ന് പറയുന്നത് നിങ്ങൾ ഒരു സിംഗിൾ ഫ്രീലാൻസർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ദാറ്റ് ഇസ് നോട്ട് എ ബിസിനസ്.
പലപ്പോഴും ചിന്തിക്കുന്നത്, പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ എക്സ്പീരിയൻസിൽ പറഞ്ഞു, സർ എൻ്റെ പാഷൻ എന്ന് പറഞ്ഞാൽ മ്യൂസിക്കാണ്, പാഷൻ എന്ന് പറയുന്നത് തയ്ക്കുകയാണ്, എംബ്രോയിഡറി വർക്കാണ്, ക്രാഫ്റ്റ് ആണ്. നോ, ഐ ഡോണ്ട് അഗ്രി വിത്ത് ദാറ്റ്. If you are a business person, your passion is business. മറ്റേതെന്ന് പറഞ്ഞാൽ, if that business is not passion, you will not come to business. കാരണം നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ഹൃദയവും എല്ലാം, നിങ്ങളുടെ കോൺസെൻട്രേഷൻ ഫുൾ ഇരിക്കുന്ന ബിസിനസ്സിലാണ്. ടൈം ബ്രേക്ക്, ഒരു സന്തോഷത്തിന്, സ്ട്രെസ് റിലീഫിന് വേണ്ടിയാണ് നിങ്ങൾ ഒരു പക്ഷേ പാടുന്നത്. ദാറ്റ് ഇസ് നോട്ട് യുവർ പാഷൻ. So convert your profession into a passion which you love the most. കാരണം ജോലി ചെയ്യുന്നതുമായി ബിസിനസ്സിന് എനിക്ക് താല്പര്യങ്ങളൊന്നുമില്ല, പക്ഷെ എന്തായാലും കാശ് വേണ്ടേ, അതുകൊണ്ട് ഞാൻ ബിസിനസ് ചെയ്യുന്നത് നല്ല രീതിയിൽ പോകും. പക്ഷെ ഞാൻ ബിസിനസ് കഴിഞ്ഞ് അങ്ങോട്ട് വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് മ്യൂസിക് ആണ്, ഞാൻ അങ്ങോട്ട് ഗിറ്റാർ എടുക്കും, ഞാൻ എടുത്ത് പോയി. ദാറ്റ് ഇസ് ട്രൂ. സ്ട്രെസ് ബ്രേക്ക് എന്ന് പറയും. അപ്പൊ എന്നോട് എഗ്രി ചെയ്യാത്ത പലരും കാണുമായിരിക്കും. കാരണം എന്ന് പറയാൻ, പാഷൻ യെസ് മ്യൂസിക് ആണ്, പാഷൻ ഡ്രോയിങ് ആണ്, പാഷൻ ഇതാണ്. മോശം. ഇഫ് യു ആർ നോട്ട് പാഷനേറ്റ് ഇൻ യുവർ ബിസിനസ്, യു ആർ നോട്ട് ഗിവിംഗ് 100% പെർഫെക്ഷൻ, 100% ടു യുവർ ബിസിനസ്. അപ്പം ബിസിനസ്സിൽ ഒരു സക്സസ്ഫുൾ ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ പാഷൻ എന്ന് പറഞ്ഞ ഒരുപക്ഷെ ബിസിനസ് തന്നെയാണ്. മനസ്സിലാക്കണം. അപ്പൊ യു ക്യാൻ ഹാവ് 2 പാഷൻസ്, നോ പ്രോബ്ലം. ഒന്ന് മേജർ പാഷനും ഒന്ന് മൈനർ പാഷനും ആയിക്കോട്ടെ. വൈ ഡോണ്ട് യു തിങ്ക് ദാറ്റ്? ഞാനൊരു പാഷന്, ബിസിനസ് പാഷനേറ്റ് ആണെങ്കിൽ ഐ ലവ് ദിസ് ബിസിനസ്. അല്ലെ? നമ്മൾ ഈ കുട്ടികളെ സ്നേഹിക്കുകയും നമ്മൾ താലോലിക്കുകയും അവരെ ഉമ്മ വെക്കുകയും അവരെ എടുത്തോണ്ട് നടക്കുകയും ചെയ്യുന്ന പോലെ ആണ് ബിസിനസ്സിനെ നമ്മൾ ചെയ്യുന്നത്. യു ലവ് യുവർ ബിസിനസ്. You start loving because it's by passion. Clear on? When the skill also, you are applying your skills, you can give 100% efficiency in your business. പലപ്പോഴും നമ്മുടെ ബിസിനസ് ആൾക്കാർക്ക്, ഞാൻ ആരെയും ഇതിനകത്ത് കുറ്റപ്പെടുത്തുകയല്ല, ബിസിനസ്സിൽ ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങൾ അതാണ്. അവര് ബിസിനസ്സിലുണ്ട്, അതിൻ്റെ കൂടെ ക്ലബുണ്ട്, അതുണ്ട്, ഇതുണ്ട്, പാട്ടുണ്ട്, എല്ലാം ഉണ്ട്. But do you love your business or not? Like your passion? Everything is important. At the same time, ചിലർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ എൻ്റെ മക്കളെ പോലെ എൻ്റെ ബിസിനസ് നടത്തിക്കൊണ്ട് പോകും. That's what where the passion lies. The foundation of the successful business is often lies with your passion and skill. അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും ഒരു എക്സാമ്പിൾ പറഞ്ഞത്. Take some time to identify what you are genuinely passionate about, where your talents shine. നിങ്ങൾ എവിടെയാണ് ജെനുവലി ആയിട്ട് നിങ്ങൾക്ക് പാഷൻ ഉള്ളത്, അതിന്റെ നിങ്ങൾക്ക് ആ ടാലന്റ്, ഒരു പക്ഷെ നിങ്ങൾക്ക് സെല്ലിങ്ങിലായിരിക്കും നിങ്ങൾക്ക് പാഷൻ. ആ ബിസിനസ്സിൽ തന്നെ പല യൂണിറ്റ്സ് ഉണ്ട്. ബിസിനസ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഇറ്റ് ഇസ് എ ക്ലസ്റ്റർ ഓഫ് മെനി യൂണിറ്റ്സ്. അതിനകത്ത് നിങ്ങൾ പാഷനാണ്. ബിസിനസ് എനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു, പക്ഷേ ഫൈനാൻസ് എന്ന് പറയുന്നത് എന്റെ പാഷൻ, അല്ലെങ്കിൽ സെയിൽസ് എന്ന് പറഞ്ഞ പാഷനാണ്. എനിക്കൊരു വ്യക്തി അറിയാം, കാരണം പുള്ളി ഒരു മലയാളിയാണ്, ഞാൻ പേര് പറയുന്നില്ല, ഒരുപക്ഷെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാമായിരിക്കും. ഹി വാസ് റീച്ച് ടു ദ ലെവൽ ഹൈ. അദ്ദേഹത്തിന്റെ കമ്പനി എന്ന് പറഞ്ഞാൽ ലോജിസ്റ്റിക്സിലെ ഒരു മൾട്ടിനാഷണൽ കമ്പനി ആയിട്ട് അദ്ദേഹത്തെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. ബട്ട് വാട്ട് ഹി ഡസ് ഇറ്റ്, he goes for the cold call, and also he visit his old customers. ആ സൂട്ടും കോട്ടും എല്ലാം അടിച്ച് സാധാരണ പഴയ വ്യക്തിയായിട്ട് അദ്ദേഹം പോവായിരുന്നു. ബിക്കോസ് ഹി ലവ് ദാറ്റ് ജോബ്. പണ്ട് ഒരു സെയിൽസ് ചെയ്ത വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് നല്ല ഭാഗ്യമുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ അധ്വാനം ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് അഡ്മിനിസ്ട്രേഷൻ പവർ ഉണ്ടായിരുന്നു. അതിൽ പല രാജ്യത്ത് ബിസിനസ് ചെയ്തു, പലയിടത്ത് ബ്രാഞ്ചസ് ഉണ്ടാക്കി, ലെവലിലെത്തി. പക്ഷെ എന്നിട്ടും ബിക്കോസ് ഐ ലവ് സെല്ലിങ്, എന്റെ സെയിൽസ് സ്കില്ല് ഞാൻ നഷ്ടപ്പെടുന്നു. ഞാൻ മണ്ടക്കിരുന്ന് ഓർഡർ ചെയ്യുന്നവനല്ല. ബിക്കോസ് ഐ വാണ്ടഡ് ടു നോ ദ പൾസ്. ഇപ്പോൾ എന്റെ സെയിൽസ് എക്സിക്യൂട്ടീവ്, ഫ്രണ്ട് ലൈൻ സെയിൽസ് എക്സിക്യൂട്ടീവ് തന്ന ആ അപ്ഡേറ്റ്
സൂപ്പർവൈസേഴ്സ് കിട്ടും. സൂപ്പർവൈസേഴ്സ് കേട്ടതിന് ശേഷം മാനേജർ കിട്ടും. മാനേജർ കേട്ടതിന് ശേഷം ജനറൽ മാനേജർ കിട്ടും. അതിനുശേഷം ബോർഡ് ഓഫ് ഡയറക്ടർ കിട്ടും. എന്നിട്ട് കേൾക്കാനിരിക്കുന്നതല്ല കമ്മ്യൂണിക്കേഷൻ. പല എക്സസൈസ് നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടു കാണുമല്ലോ. ഒരാളെടുത്ത് പറഞ്ഞ് 10 പേര് കഴിയുമ്പോൾ എന്തായി തീരും? ഇറ്റ് ചേഞ്ചസ്. അപ്പോൾ മുകളിലിരിക്കുന്ന മാനേജിംഗ് ഡയറക്ടർ അല്ലെങ്കിൽ ചെയർമാന് കിട്ടുന്ന ഇൻഫർമേഷൻ എന്തായിരിക്കും? ടോട്ടലി ഡിഫറെന്റ് ഐഡിയോളജി. So that's what. ഇങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ I respectfully call them, he is passionate and he use his skills. ഇല്ല, ഞാൻ അന്ന് 20-ാം വയസ്സിൽ 25-ാം വയസ്സിൽ ഞാൻ സെയിൽസിലൊക്കെ പോയിരുന്നു. ഇന്ന് എനിക്ക് 50 വയസ്സായി, ഞാൻ പോകത്തില്ല. You need to go because you need to sharpen your skills. Building business around something you love and excel and increase your chance of a long-term success and personal growth. ഇതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സാറ്റിസ്ഫാക്ഷൻ ഞാൻ നേരത്തെ ചെറുതായിട്ടൊക്കെ എക്സ്പ്ലെയിൻ ചെയ്താണ്. സെക്കൻഡ് വൺ ഇസ് ദ റിസർച്ച് ആൻഡ് പ്ലാനിങ്. ഞാൻ ഈ അഡ്രസ് ചെയ്തേക്കുന്നത് കുട്ടികളോട്. കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ്, നിങ്ങൾക്ക് പാഷനേറ്റ് ആയിരിക്കണം. പെട്ടെന്ന് നിങ്ങൾ ഒരു വളർച്ചയിലേക്ക് പ്രതീക്ഷിക്കുകയാണെങ്കിൽ പെട്ടെന്ന് വളർച്ചയിൽ ഒത്തിരി കമ്പനികളുണ്ട്. പെട്ടെന്ന് നല്ല ഭാഗ്യവും ദൈവാനുഗ്രഹവും എല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് ജമ്പിലോട്ട് പോയി കഴിഞ്ഞാൽ യു ഷുഡ് നോട്ട് ഫോർഗെറ്റ് വാട്ട് യു വർ. അപ്പോൾ സ്കെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗോ ബാക്ക് ടു സ്ക്വയർ വൺ ടു എന്താ പറയുന്ന സ്കെയിൽ അപ്പ് യുവർ സ്കിൽസ്. Research and planning, which is most important. Before you dive into the entrepreneurial world, conduct thorough research and create a detailed business plan. ഒരു thorough research ചെയ്യണം. What is happening with this product? Is it feasible or not? If I launch my product, am I able to sell? Because the competition is high, the price war is there. So what kind of product you are going to sell? Or your product is a unique one like an iPhone, which can change the world. So you need to research what kind of product you are going to launch and what the world is expecting from you. What kind of service? If Sudeep is launching a product, everybody is anxious. What kind of product he is going to launch? What kind of difference he can give from others? അല്ലെങ്കിൽ എന്തുമാത്രം ആൾക്കാർ മാനേജ്മെന്റ് പഠിപ്പിക്കാനുണ്ട്. But if Sudeep Cherian is coming, or what kind of changes, what kind of contribution he can give to our business, there you have a hope. There you have a selling skills. Hope you understand. Your plan should outline your business goals, target audience, competition analysis, marketing strategy, financial projections, and the clear roadmap for execution. ഇത്രയും കാര്യം ചോദിക്കും, ഇത്രയും കാര്യങ്ങളൊക്കെ വേണോ ഒരു ബിസിനസ് തുടങ്ങാൻ? ഒരിക്കലുമല്ല. ഇതൊരു മാനേജ്മെന്റ് എക്സ്പേർട്ട് പഠിപ്പിക്കുമ്പോ ഇതൊക്കെ പഠിപ്പിക്കും, അത്രേ ഉള്ളൂ. അൾട്ടിമേറ്റ്ലി ഇതൊക്കെ പഠിച്ചിട്ടാണോ വലിയ വലിയ കോടീശ്വരന്മാരായോ എന്ന് ഉള്ള ചോദ്യത്തിന് യെസ്, അല്ല. They have, but they never use their selling talents. അവരുടെ സ്കിൽ എപ്പോഴും അവർ ഷാർപ്പൺ ചെയ്തുകൊണ്ട്. വിത്തൗട്ട് നോയിങ് ഓൾ ദിസ് പ്രോസസ്, അല്ലെ മാനേജ്മെന്റിന്റെ ഈ ബിസിനസ് മോഡല് അവർക്കറിയത്തില്ലെങ്കിലും അവർക്കറിയാവുന്ന, അവർ ക്രിയേറ്റ് ചെയ്ത സ്വന്തം എക്സ്പീരിയൻസിൽ അവർ ക്രിയേറ്റ് ചെയ്ത ഒരു മോഡൽ ഉണ്ടായിരുന്നു. That includes market research. അല്ലേ? ഇവിടെ ഒരു ഷോപ്പ് ഉണ്ടാക്കാം, ഒരു നാരങ്ങ, ഇപ്പം എന്താ പറയുന്നത്, ശബരിമല സീസൺ ആണ് ഫോർ എക്സാമ്പിൾ. അന്നായിരുന്നു ശബരിമല സീസണിലെ സമയത്ത് ഒരു നാരങ്ങ കച്ചവടം തുടങ്ങിയാലോ? അപ്പൊ എന്ത്, വാട്ട് വാസ് ദ മാർക്കറ്റ് റിസർച്ച്? വി ഡോണ്ട് ഡു എനി മാർക്കറ്റ് റിസർച്ച്. ബൈ ഒബ്സർവിംഗ് the needs of the customers, you find an opportunity. That's what is called research. അതിന് ബിസിനസ് മാനേജ്മെന്റിൽ ഞങ്ങൾ ഇങ്ങനെ അടിവരയിട്ട് ബിസിനസ് ഗോൾസും ടാർഗറ്റ് ഓഡിയൻസും കോമ്പറ്റീഷൻ പോർട്ടേഴ്സ് 5 ഫോഴ്സസും ഇങ്ങനെയൊക്കെ കടിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ പറയുമായിരിക്കും.
But this all you are thinking in a different way. That is called a roadmap for execution, roadmap for success. So well-structured plan in your business compass helping the state in the track. അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാക്കിൽ നിന്ന് മാറി ഓടാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഇങ്ങനത്തെ സെഷൻസ് നിങ്ങൾക്ക് സാധിക്കും. The third one, leverage the university resources. അല്ലേ, യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കോളേജിൽ എന്തുമാത്രം ബുക്കുകളുണ്ട്. അവിടുത്തെ പ്രൊഫസേഴ്സ് വെൽ ക്വാളിഫൈഡ് ആണ്. They invite people, അല്ലെ, കോഫി വിത്ത് ഓണ്ടർപ്രണേഴ്സ്. ഇപ്പൊ സെഷൻസ് ഒക്കെ നടക്കുന്നതാണ്, ഇന്ററാക്റ്റീവ് സെഷൻസ്. ഇന്ന് അക്കാഡമിയ ആൻഡ് ഇൻഡസ്ട്രിയ രണ്ടും കൂടെ ബ്രിഡ്ജ് ചെയ്യാനുള്ള ആൾക്കാര്. ദാറ്റ്സ് വാട്ട് NEP 2020 പോളിസി ഈസ് ലൈക്ക് ദാറ്റ്. ഇന്ന് CMS കോളേജിൽ ഞാൻ പഠിപ്പിക്കുകയും ചെയ്യുകയും ചെയ്യുന്നതിന് വൺ ഓഫ് ദ റീസൺ ഈസ് ബിക്കോസ് ദ NEP policy is like that. They wanted to connect experience of industrial experience ഉള്ള ആൾക്കാരെ പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് എന്ന് പറഞ്ഞ് കോളേജിലും യൂണിവേഴ്സിറ്റിയിലും പഠിപ്പിക്കാൻ ഇൻവൈറ്റ് ചെയ്യാം. ബിക്കോസ് അവർക്ക് ബുക്കിഷ് നോളജ് ഇസ് നോട്ട് ഇനഫ്. They need industrial experience experts to inform them what is happening in the corporate world, what is happening in the industry, how I can scale up. Job oriented ആയിട്ടുള്ള കോഴ്സുകളുമായിട്ട് മാറി. So the resources are available. വലിയ ലൈബ്രറി ഉണ്ട്. 200 വർഷവും 100 വർഷവും 50 വർഷവും പഴക്കമുള്ള ആയിരക്കണക്കിന് ടെക്സ്റ്റ് ബുക്കുകൾ അവിടെ ഉണ്ട്. But have you ever visited the library? Many universities offer valuable resources and support aspiring students, entrepreneurs. Kerala Institute of Entrepreneurial Development, Startup Mission, Young Innovation Programs, YIP, ഇങ്ങനെയുള്ള പല MSME, ഇവരൊക്കെ ഡയറക്റ്റ് കോളേജിൽ വന്ന് ക്ലാസ്സുകൾ എടുക്കുക. കുട്ടികളെ, these are the things like if you really wanted to, do you have an idea? നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടോ? നിങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്ന് അങ്ങനെ ഓറിയന്റേഷൻസ് അവർ കണ്ടക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇതിലൊന്നും താല്പര്യമില്ലാതെ പോയി കഴിഞ്ഞതിന് ശേഷമാണ് അവർ തിരിച്ചു അന്നൊക്കെ എന്തെല്ലാം പറഞ്ഞിരുന്നു, അന്ന് കേട്ടിരുന്നെങ്കിൽ. എക്സ്പ്ലോർ ദ ബിസിനസ് ഇൻക്യുബേഷൻ പ്രോഗ്രാം. MG യൂണിവേഴ്സിറ്റി, നമ്മൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്നത് നമ്മുടെ MG യൂണിവേഴ്സിറ്റി ഇൻക്യുബേഷൻ സെന്റർ ഉണ്ട്. ഹൗ മെനി പീപ്പിൾ നോസ് അബൌട്ട് ദാറ്റ്? കേരളത്തിന്റെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് കഴിഞ്ഞ ദിവസം നിർമ്മല സീതാരാമൻ പറയാം, കേരള എഡ്യൂക്കേഷൻ സെക്ടറിലാണ്. ഫിൻലാൻഡുകാർ വിളിച്ചിരിക്കുകയാണ്. Finland is known for education, but Finland is calling people from Kerala to run a program there. These are the opportunities. Incubation programs, entrepreneurial courses are there. Mentorship is happening. Opportunities available within the campus. ഞങ്ങളൊക്കെ പഠിച്ച സമയത്ത് നമ്മൾ ഏജ് ഉള്ളവര് നമ്മൾ ഇതുമാത്രം പത്രം വായിച്ച് ടൈം കെട്ടി രാവിലെ കവറിംഗ് ലെറ്ററുമായിട്ട് കുറെ സ്റ്റാമ്പ് വാങ്ങിച്ച് ലെറ്റർ അയച്ച് പ്രാർത്ഥിച്ച് പോസ്റ്റ് ഓഫീസിൽ കൊണ്ട് അയക്കുന്ന രംഗം മാറി. ഇന്ന് കമ്പനികൾ ക്യാമ്പസിലോട്ട് വന്ന് റിക്രൂട്ട് ചെയ്യാൻ പ്രോഗ്രാം ടൈ അപ്പ് ചെയ്ത് TCS പോലുള്ള കമ്പനികൾ വന്ന് പറഞ്ഞു, so you run this program because we don't have a time to train you, so that we will provide the programs to you, can make us an add-on course. You teach them what we need. അപ്പോൾ അതിനനുസരിച്ചുള്ള പാഠ്യപദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. അവസാനം ഇവർ പാസ് ഔട്ട് ആയി കഴിയുമ്പോൾ they come and recruit them because they are avoiding the training course. അപ്പൊ അങ്ങനെ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് മൾട്ടിനാഷണൽ കമ്പനികളും ലോക്കൽ കമ്പനികളും അതോടൊപ്പം ഓണ്ടർപ്രണർ ഡെവലപ്മെന്റ് ചെയ്യുവാൻ വേണ്ടി ഗവൺമെന്റും ലോക്കൽ ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ, ഇല്ല ഇവിടുന്ന് എനിക്ക് ഫ്ലൈ ചെയ്താൽ മതി, എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടാൽ മതി എന്ന് വെക്കുന്നവരുമുണ്ട്. ദാറ്റ് ഇസ് നോട്ട് ബാഡ് അറ്റ് ഓൾ. കാരണം 21 വർഷം ഞാൻ ഇന്ത്യക്ക് പുറത്ത് ജോലി ചെയ്ത വ്യക്തിയാണ്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും പോകണ്ടെന്ന് പറയുന്നില്ല. ബട്ട് ഇഫ് യു ഹാവ് ആൻ ഓപ്പർച്യൂണിറ്റി ഇൻ കേരള, if you have an opportunity in India, do it here.
These resources can be provided guidance, funding, and networking connection with the vital for your business growth. അപ്പോൾ അതിന് വേണ്ടി സ്കെയിൽ അപ്പ് പ്രോഗ്രാംസ് ഉണ്ട്. You will have a placement office. You will have an entrepreneurial club in the college, incubation center in the college. അതുപോലെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയതിനു ശേഷം പെട്ടെന്ന് വിചാരിച്ചു, ഇത് നല്ലൊരു ഐഡിയ, നമുക്ക് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യണം, വലിയ റൂമൊക്കെ എടുത്തു, which I already told you. Start small, scale gradually. അല്ലേ? Slow and steady എന്ന് പറയുന്ന പോലെ. Resist the urge to go big from the start. ആഗ്രഹം കൊള്ളാം, പക്ഷെ we need to check what വർക്കിംഗ് ക്യാപിറ്റൽ നിങ്ങൾ നോക്കണം. എത്ര നാളത്തേക്ക് എനിക്കത് എന്റെ സ്റ്റാഫിനെ എനിക്ക് ഫീഡ് ചെയ്യാൻ പറ്റും വിത്തൗട്ട് എനി പ്രോഫിറ്റ്. ബ്രേക്ക് ഈവൻ എന്ന് വരും. ബ്രേക്ക് ഈവൻ വരാതെ വീണ്ടും വീണ്ടും ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ many people, 95% or over 90% startups are closing because of this. They start pumping it, not looking at the break-even point. So you need to form a strategies like where I need to hit the break-even point, which month. Otherwise, I cannot run it. Begin with the small-scale version of your business idea. Gradually expand as you gain experience and build a customer base. Because you join some other organization, BNI, JCA, അല്ലെങ്കിൽ മറ്റ് YMC, Stumble Association, so that you get lot of connections. Reconnection which you need to business. You need to talk your business. Oh, naanakeda business of the project. Because why are you here? Started your business. If നാണക്കേടാണെന്ന് വിചാരിക്കുന്ന ആരെങ്കിലും എന്താ പറയുക വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബിസിനസ് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. If it is a business, you need to ask. That means you need to learn how to ask, when to ask. How to ask, when to ask, how to, why we need to ask. That is also, that's what we need to find the pain point of the customer. Either why we need to ask എന്ന് പറയുന്നത് കസ്റ്റമറിന് എന്താണ് ആവശ്യം എന്നുള്ളത് നമ്മൾ കണ്ടുപിടി. That's what the research is. This approach allows you to test your concept, make necessary adjustments. അതിന് നമ്മൾ മിറ്റിഗേറ്റ് ദ ഫിനാൻഷ്യൽ റിസ്ക് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നിങ്ങൾ സാമ്പിൾ രീതിയിൽ നിങ്ങൾ ചെയ്ത് പല പ്രാവശ്യം ട്രയൽ ആൻഡ് എറർ ഒക്കെ വന്നു ടു മേക്ക് യുവർ ബെസ്റ്റ് പ്രൊഡക്റ്റ്. ദ ഫിഫ്ത്ത് വൺ, ബിൽഡ് യുവർ സപ്പോർട്ട് നെറ്റ്വർക്ക്. ഇത് നമ്മൾ ഓൾറെഡി ഒന്ന് പറഞ്ഞു, സപ്പോർട്ട് നെറ്റ്വർക്ക് ഉണ്ടാക്കണം. You need to join some association networks and everything. You need to find the mentors who can guide you and help you. You may have the advisors. Advisors are but do you advisors should be a profession. Pala students ended the advice. Initial advice. If you really wanted to become an engineer, you can do the consulting with me initially. Further to that, you need to meet a person who is having engineering background. He can tell you the pros and cons of engineering. The profession, that is also important. അല്ലാതെ മുടി വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ സച്ചിൻ ഇങ്ങനെ കളിച്ചെങ്കിൽ മാത്രമേ അവന് സെഞ്ചുറി അടിക്കത്തുള്ളൂ. സച്ചിൻ is what? But we can give അങ്ങനെയുള്ള അഡ്വൈസേഴ്സ് അടുത്ത് പോയി ദയവ് ചെയ്ത് പോകും. And fellow entrepreneurs, go and attend many sessions. Business in the meets under free ആയിട്ടുള്ള DIC പോലുള്ള ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെന്റേഴ്സ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന lot of programs are there. Free programs are there. You need to go and sit there, listen to them, interact with other entrepreneurs. Search what they are doing, understand what kind of business they are doing. ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം. That's what this is a learning procedures. അപ്പോൾ സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ ചാടിക്കേറി പോകാതെ you need to visit all this function. ഇങ്ങനെയുള്ള ആൾക്കാരുടെ സംസാരങ്ങൾ യൂട്യൂബിൽ ഒക്കെ കേൾക്കാം. And you need to understand what
the world needs trending jobs ഏതൊക്കെയാണ്? ഫുഡ്. വാട്ട് കൈൻഡ് ഓഫ് ഫുഡ്? ഇന്ന് ഒരു വെറൈറ്റി ഫുഡ്, ഒരു വെറൈറ്റി പേരൊക്കെ ഇട്ട് ഒരു തട്ടുകട ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ ഓടിയെത്തും. 2 പരസ്യം PR കൊടുത്തു കഴിഞ്ഞാൽ. Are you looking for such model? If you are hesitate to do that, you need to think differently to start how I can attract a customer. ചെറിയൊരു ഷോപ്പേ കാണത്തുള്ളൂ, തട്ടുകടയിട്ട് ആൾക്കാർ ഇഷ്ടം പോലെ വരുന്നുണ്ട്. എന്താ? What makes them different? Similarly for your business also. Networking is crucial in the business of the business world, and these connections can be provide valuable insight, advice, and potential collaboration. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ ബിസിനസ് കിട്ടുന്നത്. Automatically, people start coming to you without asking. ബ്രില്യന്റ് സ്റ്റഡി സെന്ററിൽ ആൾക്കാർ അവർ വിളിച്ചിട്ടാണോ നമ്മൾ കുട്ടികളെ വിടുന്നത്? റൈറ്റ്? പീപ്പിൾ കം there. അവിടെ ടെസ്റ്റ് നടത്തും. എല്ലാ പിള്ളേരെയും ഞങ്ങൾ എടുക്കത്തില്ല. See this? That's you make it different in the market. Time management. Balance in academic responsibilities in your business venture can be challenging. നിങ്ങളുടെ അക്കാഡമിക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് ചാലഞ്ചിങ്. അപ്പം കസ്റ്റമർ നിങ്ങളെ ആയിരിക്കും വിളിക്കുന്നത്. സോ യു നീഡ് ടു ഫൈൻഡ് ഔട്ട് എ ടൈം മാനേജ്മെന്റ്. കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കസ്റ്റമർ വിളിക്കുന്നത്. സോ യു നീഡ് ടു മേക്ക് എ പ്ലാൻ. എങ്ങനെ ടൈം മാനേജ്? കോൾ ടൈം, സൺഡേ, സാറ്റർഡേ, അല്ലെങ്കിൽ കോൾ ഡൈവേർട്ട് ചെയ്ത് യു നീഡ് ടു അപ്പോയിന്റ് എ പേഴ്സൺ to attend the call. So you need to plan accordingly on this. Create a well-structured schedule for the upon you can set a the same number kodukale business in you need to keep another mobile number which shows that you are in a conference. Don't say that you are a student or you are in the classroom or something. If you അപ്പം ഇത് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. You are in a meeting. You can just update your status as you are in a meeting. If you wanted to, എന്താ പറയുന്നത്, നിങ്ങളെ തന്നെ ഒന്ന് പൊങ്ങച്ചം പറയണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ. ബട്ട് എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ കറക്റ്റ് സത്യം പറയുന്നതാണ് നല്ലത്. ബിക്കോസ് ഞാൻ സ്റ്റുഡന്റ് ഓൺടർപ്രണർ അഭിമാനത്തോട് പറയണം, സർ ഞാൻ ക്ലാസ്സിൽ ഇരിക്കുകയായിരുന്നു സർ, എനിക്ക് എടുക്കാൻ പറ്റിയില്ല, ക്ലാസ് കഴിഞ്ഞ് സർ ഞാൻ വിളിച്ചോട്ടെ. You can update in your status saying that I am attending my class. They love this. Create a well-structured schedule that allows dedicated time on both studies and your business activities. Business activities in a dedicated time, നിങ്ങൾ keep ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രോപ്പർലി മാനേജ് ചെയ്തു പോകാം. അല്ലെങ്കിൽ സ്റ്റഡി ഒരു സൈഡിൽ കൊടുക്കുന്നവർക്കും പലരും എൻ്റെ അടുത്ത് പറഞ്ഞു, ബിസിനസ് കുറച്ചൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈ ബാക്ക്ലോഗ് വന്നത്, എഴുതിയെടുത്തോളാന്ന് പറയും. ബിസിനസ് ദൈവാനുഗ്രഹത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്ക്ലോഗ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അപ്പം ബാക്ക്ലോഗ് ആരെഴുതും? സോ യു നീഡ് ടു ഡു എ ടൈം മാനേജ്മെന്റ് ഫോർ യുവർ ബിസിനസ്. ഈ ബിസിനസ് ഒക്കെ കൂടുന്നത് നല്ലത് തന്നെയാണ്. ചിലപ്പം അതിനുശേഷം ബിസിനസ്സിൽ ഇറങ്ങി കഴിഞ്ഞ് ഒരു കല്യാണമൊക്കെ കഴിക്കാൻ ചെന്ന് കഴിയുമ്പോഴാണ് ചെറുക്കന്റെ ക്വാളിഫിക്കേഷൻ, നല്ല ബിസിനസ് ഒക്കെയാണ്, ക്വാളിഫിക്കേഷൻ 12th കഴിഞ്ഞേ ഉള്ളൂ, ഡിഗ്രി കുറച്ച് പോയപ്പോഴാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അന്നേരം നമ്മൾ പഠിക്കാൻ തോന്നുന്നു, നമ്മൾ ബിസിനസ്സിൽ ഇൻവോൾവ് ചെയ്യണം. സോ യു നീഡ് ടു മാനേജ് ദ ടൈം വെൻ യു ആർ ഇൻ എ ബിസിനസ് ആസ് വെൽ ആസ് യു ആർ ഇൻ സ്റ്റഡി. Effective time management is a key to maintaining your grades and growing your business simultaneously. Exploring the funding option. This is one of the main area you need to focus on. Like funding എന്ന് പറയുന്നത് ഇന്ന് ധാരാളം ഫണ്ടിങ് അവൈലബിൾ ആണ്. ഒന്ന്, വീട്ടിൽ നിന്ന് ഫണ്ട് കിട്ടും അല്ലെ. പല ആൾക്കാരും പറയുന്നുണ്ട്, എനിക്ക് 2 ലക്ഷം രൂപ അല്ലെ 1 ലക്ഷം രൂപ ഞാൻ കടമെടുത്തിട്ടാണ് ബിസിനസ് തുടങ്ങിയത്. യെസ്, ദാറ്റ്സ് എ സ്മോൾ സ്കെയിൽ ആയിട്ടാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. Consider various funding options available for the students entrepreneurs. Students entrepreneursനെ സഹായിക്കാൻ വേണ്ടി ഗ്രാന്റുകളുണ്ട്, സ്കോളർഷിപ്പുകൾ കാണും. നിങ്ങൾ പഠിക്കാൻ നോക്കുമ്പോൾ സ്കോളർഷിപ്പ് കാണുമായിരിക്കും.
ചെറിയ ബിസിനസ് ലോൺസ് ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു YIP പോലുള്ള ഇതില് നിങ്ങൾ നല്ലൊരു ഐഡിയ ഉണ്ടെങ്കിൽ ക്യാഷ് അവാർഡാണ് കിട്ടുന്നത്. 20,000, 50,000, 1 lakhന്റെ ക്യാഷ് അവാർഡാണ് കിട്ടുന്നത്. So you can start a business. And your idea is good. You can do a pitch list, and investors, angel investors, they are interested in your business. They will invest. Many universities also offering the funding program specially designed to support the student startup. യൂണിവേഴ്സിറ്റിക്ക് അവരുടേതായ ഫണ്ടുണ്ട്. അപ്പോൾ ഈ എല്ലാ ഓപ്ഷൻസും നിങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ബിസിനസ്സിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഞാൻ 7 കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പറഞ്ഞത്. അടുത്ത 7 കാര്യങ്ങൾ അടുത്ത സെഷനിൽ പറയാം. ഡിസ്കവർ യുവർ പാഷൻ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്. നിങ്ങൾക്കൊരു പാഷൻ ഉണ്ടോ? ബിസിനസ് ആണ് നിങ്ങളുടെ പാഷൻ എങ്കിൽ 100% ഈ പാഷനെ നിങ്ങൾക്ക് ലവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു സ്കിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബിസിനസ്സിൽ നിങ്ങൾ വിജയിച്ചിരിക്കും 100%. പക്ഷെ അതിനു മുമ്പ് എന്ത് ചെയ്യണം? റിസർച്ച് പ്ലാൻ ചെയ്യണം. അതിനുശേഷം അവൈലബിൾ ആയിട്ട് ഇഫ് യു ആർ എ സ്റ്റുഡൻറ്, ഡെഫിനറ്റ്ലി യൂണിവേഴ്സിറ്റിയിൽ അവൈലബിൾ ആയിട്ടുള്ള, കോളേജിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ റിസോഴ്സും എക്സ്പ്ലോർ ചെയ്യണം. ബിസിനസ് ചെയ്തിരിക്കുന്ന സാറന്മാര് കാണുമായിരിക്കും, വർക്ക് ചെയ്ത സാറന്മാര് കാണുമായിരിക്കും, എന്നിട്ടായിരിക്കും കോളേജിൽ പഠിപ്പിക്കാൻ വന്നിട്ടുള്ളത്. നിങ്ങൾ നെറ്റ്വർക്കിൽ പോയി അവരോട് സംസാരിക്കണം, ട്രെയിനിങ് സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യണം, അവരുടെ എക്സ്പേർട്ട് അഡ്വൈസസ് ഒക്കെ കേൾക്കണം. അതിന് ടൈം മാനേജ് ചെയ്യണം. ദാറ്റ് ഇസ് ഓൾസോ ദെൻ വേർ ദ ഫണ്ടിങ് ഓൾസോ, ദാറ്റ് ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ലാസ്റ്റിൽ എനിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യമുള്ളൂ. This one, yes, strategy, preparation strategy. Are you ready? ഇപ്പം ഞാൻ ക്യാമ്പസ് ടു കോർപ്പറേറ്റ് സെഷൻസ് ഒക്കെ എടുക്കുമ്പോൾ the banks are ready to come and pick you up, or the multinational company coming to CMS college or any other college to take you as their employees. Are you ready? Are you prepared? Preparation is more important. That is the best strategy. ഈ 7 സ്ട്രാറ്റജി പറയുന്നതിനകത്ത് ഈ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി 14 സ്ട്രാറ്റജിയാണ് പറയാൻ വന്നത്. അടുത്ത സെഷനിൽ ബാക്കി 7 സ്ട്രാറ്റജി പറയും. This is called preparation strategy. Learn what is business. ബിസിനസ്സിന് ഒരു മോഡൽ ഉണ്ട്, കേസ് സ്റ്റഡീസ് ഉണ്ട്, ധാരാളം കേസ് സ്റ്റഡീസ് ഉണ്ട്, പൊട്ടിപ്പോയവരുടെ കേസ് സ്റ്റഡീസ് ഉണ്ട്, ജയിച്ചവരുടെ കേസ് സ്റ്റഡീസ് ഉണ്ട്, ഓടിപ്പോയവരുടെ കേസ് സ്റ്റഡീസ് ഉണ്ട്. പാർട്ടിസിപ്പേറ്റ് ഇൻ വേരിയസ് ബിസിനസ് സ്റ്റോക്സ്. അവര് എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്ത് ചിത്രപ്പള്ളി പോലുള്ള ബിസിനസ്സുകാരുടെ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് കേൾക്കും. ടേക്ക് ഇന്റേൺഷിപ്പ്. ഒരു കമ്പനിയിൽ പോയി നിങ്ങൾ ജോലി ചെയ്തു നോക്കും, ആ കമ്പനിയുടെ വർക്ക് എങ്ങനെ നടക്കുന്നത് മനസ്സിലാക്കും. observation, evaluate, then decide before moving your bold step. Once again, I want to observe it. നമ്മളൊക്കെ ഒരു ക്രിക്കറ്റ് കളിക്കാനും ഫുട്ബോൾ കളിക്കാനും പോകുമ്പോ ആദ്യമേ പോയി അങ്ങ് കളിക്കാൻ സ്റ്റാർട്ട് ചെയ്യണം. ഗ്രൗണ്ടിൽ പോയി ആദ്യം നമ്മൾ ഒബ്സർവ് ചെയ്യും. ഇവനെങ്ങനെ ക്രിക്കറ്റ് വെച്ച് അടിക്കുന്നു, അല്ലെ ഫുട്ബോൾ തൊഴിക്കുന്നത് എങ്ങനെയാണ്, സൈഡ് കിക്ക് എങ്ങനെയാണ്, അതെങ്ങനെയാണ്, ഗോളടിക്കുന്നത് എങ്ങനെയാണോ ഇവാലുവേറ്റ് ചെയ്യാണ്. വാട്ട് അതേഴ്സ് ആർ ഡൂയിങ്. ഇതിനു ശേഷം ഇതൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്യണം വെദർ യു വാണ്ട് ടു ഗെറ്റ് ഇൻ ടു ദ പ്ലേ ഗ്രൗണ്ട് ഓർ നോട്ട്. അല്ലേ? ഇല്ല, ആദ്യമേ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ ക്രിക്കറ്റ് പിന്നെ അറിയാം ഇത് കൈ കൊണ്ടാണോ കാലുകൊണ്ടാണോ അടിക്കുന്നത്, ക്രിക്കറ്റിന് എത്ര ഗോൾ അടിച്ചു. You will ask these questions. Without knowing the game, without knowing the ground, you should not enter the game. For strategy, ഇതൊക്കെയാണ് സ്റ്റുഡൻസിനുള്ളത്. പ്രിപ്പറേഷൻ സ്ട്രാറ്റജി is more important. അപ്പൊ ഇത്രയും സ്ട്രാറ്റജി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സെഷൻ ഞാനൊന്ന് സാറ് വൈൻഡപ്പ് ചെയ്യാണ്. സോ ഓവർ ടു യു സാബു സാർ. താങ്ക് യു സാർ. തീർച്ചയായും ഒരു സ്റ്റുഡന്റ് എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു എന്റർപ്രണർ എന്ന നിലയിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കുറെ സ്ട്രാറ്റജികളെ കുറിച്ചാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഒരു സ്റ്റാർട്ടപ്പിൽ ഒരു ബിസിനസ്, ഒരു ഇൻകം ജനറേറ്റ് ചെയ്യണം, ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യണം.
ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണം, അത് സസ്റ്റെയിൻ ചെയ്യണം, ഇങ്ങനെ പല കാര്യങ്ങൾ. അതിൽ തീർച്ചയായിട്ടും ഒത്തിരി പ്രായോഗിക പരിശീലനങ്ങൾ, എക്സ്പീരിയൻസസ് ആവശ്യമാണ്. എക്സ്പീരിയൻസ് എവിടെ നിന്ന് കിട്ടും, എന്തൊക്കെയാണ് ആ എക്സ്പീരിയൻസിന്റെ ഹെഡ്ലൈൻസ്, ഇതെല്ലാം വളരെ കൃത്യമായിട്ട് സുദീപ് സാർ പറഞ്ഞു. താങ്ക് യു. എന്തെങ്കിലും ആഡ് ചെയ്യാനോ എന്തെങ്കിലും ചേർക്കാനോ എന്തെങ്കിലും ഡൗട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം. കാരണം ഇതെല്ലാം ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ്. പഴയ പോലെയല്ല നമ്മൾ ആരുടെയെങ്കിലും കീഴിൽ ജോലി ചെയ്യുക എന്നുള്ളതല്ല, സ്വന്തമായി ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്ത് അനേകർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇന്നത്തെ കുട്ടികളുടെ ഒരു ട്രെൻഡ്. അപ്പോൾ ആ ട്രെൻഡിൽ തീർച്ചയായിട്ടും ഒത്തിരി കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മളൊക്കെ കണ്ടിന്യൂസ്, ഞാനും സുദീപ് സാറും ഒക്കെ ഈ ഒരു രീതിയിൽ ട്രെയിനിങ് കൂടെ കൊടുക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ എന്തോസിയാസം നമുക്ക് കൃത്യമായിട്ട് അറിയാം. അടുത്ത ആഴ്ചയും 2 സ്കൂൾ തലങ്ങളിലുള്ള കുട്ടികളുടെ ഇതുപോലത്തെ എക്സ്പെരിമെന്റ്സിനെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുന്നുണ്ട്. അപ്പൊ ഇവിടെ എല്ലാം കുട്ടികൾക്ക് അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്ത് ഇതൊരു നേഷൻ ബിൽഡിങ്ങിന്റെ പാർട്ടാണ്. കേവലം ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുക എന്നുള്ളതിനേക്കാൾ ഉപരി ആ സ്ഥാപനത്തിന്റെ എന്താ പറയുന്ന ഓണറായി മാറുക, അല്ലെങ്കിൽ നമ്മളുടെ ഗ്രോത്തിന്റെ പാർട്ടായി മാറുക. തീർച്ചയായിട്ടും ഒരു നേഷൻ ബിൽഡിങ്ങിന്റെ പാർട്ട് തന്നെയാണ്. അപ്പൊ അങ്ങനെ ഒരു പുതിയ ഒരു തലമാണ്. നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ഇങ്ങനെയൊക്കെയുള്ള ഒരു കോൺസെപ്റ്റ് പോലും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള തലങ്ങളെ കുറിച്ച് തിരിച്ചറിയാൻ പറ്റാത്തത്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഈവൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മുതൽ അങ്ങോട്ട് ഇങ്ങനത്തെ ഒരു ഗൈഡ് ലൈൻസ് കൊടുക്കുന്നുണ്ട്. അതനുസരിച്ച് അവരെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അവർ ചുറ്റും സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ അവരുടെ മുമ്പിൽ കാണുന്ന എല്ലാ പ്രശ്നങ്ങളെയും സോൾവ് ചെയ്യാൻ പറ്റുന്ന ഇൻഫ്രാസ്ട്രക്ചറും അതുപോലുള്ള ടെക്നിക്കൽ അഡ്വൈസും ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് എല്ലാം മാറ്റി മുന്നോട്ട് പോകാനുള്ള ഒരു നല്ല സംവിധാനം ഒരുക്കുക എന്നുള്ളത് ഇന്നത്തെ നമ്മുടെ ഗവൺമെന്റിന്റെ ആണെങ്കിലും ഇന്ത്യ ഗവൺമെന്റിന്റെ ഒക്കെ ആയിട്ടുള്ള ഒരു പദ്ധതിയുടെ ഭാഗമാണ്. അപ്പൊ അതുകൊണ്ട് ഇനിയുള്ള കാലങ്ങളിൽ ഇതായിരിക്കും കൂടുതൽ ഭംഗിയുള്ള ബിസിനസ്. നമ്മൾ തന്നെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു, നമ്മൾ തന്നെ അതിന്റെ പേറ്റന്റ് എടുക്കുന്നു, നമ്മൾ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു, റിസർച്ച് ചെയ്യുന്നു. തീർച്ചയായിട്ടും അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ കാണാൻ നമുക്ക് അവസരം ഉണ്ടാകും. സോ താങ്ക് യു സുദീപ് സാർ, വളരെ മനോഹരമായി എക്സ്പ്ലെയിൻ ചെയ്തു. വീണ്ടും അതിന്റെ 7 പോർഷൻസ് കൂടെ ഉണ്ട്, 7 സ്റ്റെപ്പുകൾ കൂടെ ഉണ്ട്. തീർച്ചയായിട്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്യാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഒക്കെ അഭിപ്രായങ്ങൾ പറയും. റോയ് സാർ പറയും. ആഡ് ചെയ്യാം. യെസ്, ആഡ് ചെയ്യാം. ഈ സ്റ്റുഡന്റിന്റെ ഭാഗം ശരിയാണ്, പക്ഷേ അവർക്ക് ഒരു ഫാമിലി സപ്പോർട്ട്, ഒരു പേരന്റൽ സപ്പോർട്ടും കൂടി ഈ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് കുറേ കൂടെ ഡെവലപ്പ് ചെയ്യാനും. അപ്പൊ അതിനു മുമ്പ് ഈ പേരൻസിനെ ഒന്ന് ഈ പറയുന്ന പാഷനും സ്കില്ലും ഉണ്ട് എന്ന് ഒന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക്. കാരണം പേരൻസ് എപ്പോഴും പഠിക്കുക, ജോലിക്ക് പോവുക എന്നും പറഞ്ഞാണ് അവരിയ്ക്കുന്നത്. എന്താ പ്രൊഫഷണൽ ലൈനിലേക്ക് പിള്ളേരെ വിടാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു സ്കില്ലുണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കുകയും അതുവഴി ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കുകയും ചെയ്യുന്നതിനുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഇതിനകത്ത് വേണമെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായും സാറ് പറഞ്ഞത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. കാരണം എന്ന് പറഞ്ഞാൽ പേരൻസിന് ഒരു അവയർനെസ് കൊടുക്കണം, അതാണ് ഇമ്പോർട്ടന്റ്. അതാണ്. കാരണം പേരൻസ് അവര് പ്രതീക്ഷിക്കുന്നത് പറഞ്ഞ് ഇവനെ ഇങ്ങനെയും ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലോ അല്ലെങ്കിൽ വിദേശത്തോ പോയി രക്ഷപ്പെടട്ടെന്ന് ആഗ്രഹിക്കുന്നതാണ്. കാരണം അവര് ചോദിക്കും, എടാ നിനക്കൊരു പെണ്ണ് കിട്ടുമോടാ, അല്ലെ, ഒരു ജോലി കിട്ടിയില്ലെങ്കിൽ. അപ്പൊ അങ്ങനെയുള്ള പ്രഷർ ഭയങ്കരമായിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ചെറുപ്പത്തിലാണെങ്കിലും അത് തന്നെ ആ ഒരു പ്രഷർ ഉണ്ടായിരുന്നു, അത് ഇപ്പോഴും ഉണ്ട്, ആ പേരന്റൽ പ്രഷർ ഉണ്ട്. എന്നാൽ പേരൻസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത്, ഈ ആദ്യ നാളുകളിൽ നമ്മള് എന്റെ ഒരു അഭിപ്രായത്തിൽ, എന്റെ ഒരു എക്സ്പീരിയൻസിലായിട്ട് വന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് പേരന്റ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ പോലും ഇദ്ദേഹം ഒന്ന് ഈ ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആള് ഒരു കമ്പനിയിൽ പോയി ജോലി ചെയ്യുമ്പോൾ അതിന്റെ സ്ട്രക്ചർ ഒക്കെ മനസ്സിലാവും, എങ്ങനെയാണ് കമ്പനി വർക്ക് ചെയ്യുന്നത്. ഒരു മിനിമം ഒരു 2 വർഷയിലും വർക്ക് ചെയ്തെങ്കിലും ഹി ഹാസ് ഒരു ഐഡിയ, ഇങ്ങനെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്താണ്, അതിന്റെ എന്തൊക്കെയാണ് പാലിക്കേണ്ടത്, മുനിസിപ്പാലിറ്റി ലൈസൻസ് എടുക്കണോ, അല്ലെങ്കിൽ ഇതിന് സാധ്യതയുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ ഏകദേശം ഒരു ഐഡിയ, ദെൻ ദ പേരൻസ് ഈസ് ഏബിൾ ടു സെറ്റ്. എന്ന് പറഞ്ഞാൽ ഈ കുട്ടി തന്നെയായിരിക്കും പേരന്റിന്റെ അടുത്ത് ചെന്ന് പറയേണ്ടത്. കാരണം ഞാൻ ഇത്രയും ദിവസം ഒരു 2 വർഷം ഞാൻ ജോലി ചെയ്തു, ഇനി എന്റെ ഒരു പാഷൻ എന്ന് പറഞ്ഞ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ്, ഇതിന് നിങ്ങളുടെ സപ്പോർട്ട് വേണം. ആ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എന്റെ പാഷൻ, ഇല്ല ഞാൻ തിരിച്ചു ഇതിൽ പൊക്കോളാം
എന്നൊരു കമ്മിറ്റ്മെന്റ് ഇവർ തമ്മിൽ എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോകും. പിന്നെ ചിലരുണ്ട്, പേരന്റ് പറയും അവരിൽ ഒരുപക്ഷെ കാശുണ്ട്, നീ സ്റ്റാർട്ട് ചെയ്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല. അങ്ങനെയുള്ളവരുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, എന്റെ ഒരു കുട്ടി മനസ്സിലായി, എന്റെ ഒരു സ്റ്റുഡന്റ്, ഹി ഗോട്ട് സപ്പോർട്ട് ഫ്രം ദ പേരന്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ പുള്ളിക്ക് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ നല്ല കുഴപ്പമില്ല, നല്ല എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന പലരും ഉണ്ട്. ഇപ്പം ID ചപ്പാത്തിയുടെ തന്നെ നമ്മളൊന്നല്ലേ ആലോചിച്ച്, അവൻ IIM ബാംഗ്ലൂർ കഴിഞ്ഞതിന് ശേഷം ജോലി ചെയ്തു. ജോലി ചെയ്തതിന് ശേഷമാണ് പുള്ളി വന്ന് ഇങ്ങനൊരു ഐഡിയ, കസിൻസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നിടത്തുനിന്ന് പുള്ളി ഒരു ഡിഫറെന്റ് കൺസെപ്റ്റ് കൊണ്ടുവന്നതിന് ശേഷം ഇന്ന് ID ചപ്പാത്തി വാങ്ങാത്ത ആൾക്കാർ കുറവായി. അപ്പൊ ആ ലെവലിലോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ പുള്ളിക്കൊരു ഐഡിയ കിട്ടിയത് IIM പഠിച്ചുകൊണ്ടല്ല, ആ ജോലി ചെയ്ത് ആ ജോലിയിൽ ചില കാര്യങ്ങള് പുള്ളിയുടെ കസിൻസ് ചെയ്യുന്ന ബിസിനസ്സുമായിട്ട് ഒന്ന് പുള്ളി കമ്പയർ ചെയ്തു. പുള്ളി പഠിച്ച ബിസിനസ് സ്ട്രാറ്റജീസ്, ട്രാവലിംഗ്, ഓപ്പർച്യൂണിറ്റീസ്, മാർക്കറ്റ് റിസർച്ച്, ഇതെല്ലാം പുള്ളി നേടിയ അറിവും ഈ ബിസിനസ്സുമായിട്ട് പുള്ളി ലിങ്ക് ചെയ്തു. ഈ ബിസിനസ്സിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ളത് അത് വർക്കൗട്ട് ചെയ്തതിനു ശേഷമാണ് അത് ഭയങ്കര സക്സസ് ആയി. റോയ് സാർ പറഞ്ഞതുപോലെ പേരൻസിന് ഒരു അവയർനെസ് കൊടുക്കുകയും ഇതിന്റെ കൂടെ ശരിക്കും അതൊരു വലിയൊരു വാലിഡ് പോയിന്റ് കേട്ടോ സാർ. കാരണം നമ്മൾ ഈ കുട്ടികൾക്ക് കൊടുക്കുന്നതിനെക്കാട്ടിൽ ഏറ്റവും നല്ലത് പേരന്റിന് അവയർനെസ് കൊടുത്തു കഴിഞ്ഞാൽ ദേ വിൽ സപ്പോർട്ട് ആൻഡ് ഇറ്റ് മേക്സ് എ ബിഗ് ഡിഫറൻസ്. ഇപ്പൊ നമ്മൾ സംഭവിക്കുന്നതെന്ന് വെച്ചാല് ഗവൺമെന്റ് തലത്തിൽ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ഉണ്ട്. ടെക്നിക്കൽ അഡ്വൈസറിനുണ്ട്, ഫിനാൻഷ്യൽ സപ്പോർട്ടുണ്ട്. ചോദിക്കുന്നത് ആർക്കെങ്കിലും താല്പര്യമുണ്ടോ, AD കൊണ്ടുവരാമോ എന്ന് ചോദിക്കുന്ന ഒരു തലത്തിലാണ് നിൽക്കുന്നത്. ഇപ്പം സാറ് പറഞ്ഞതുപോലെ പേരന്റിന്റെ തലത്തിൽ ഒരു അവയർനെസ് ഉണ്ടെങ്കിൽ, ഒരു ബോധവൽക്കരണം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എളുപ്പം ടാർഗറ്റ് ചെയ്യാം. അതുപോലെ ചില പേരൻസ് ഇതുപോലത്തെ താല്പര്യമുള്ളവരാ, നല്ല ഇന്നോവേറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ള പേരൻസ് ഉണ്ട്. അത് കുട്ടികൾ മക്കൾക്കില്ലാതെ വരുന്ന കേസുകളുണ്ട്. എത്ര കാശ് വേണേലും മുടക്കാം, ബിസിനസ് ഇറങ്ങണം എന്ന് പറയുകയും അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. അപ്പൊ പേരൻസിന് കാണിയില്ലായിരിക്കും ഐഡിയ, പക്ഷെ ഒരു ബിസിനസ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയിലേക്ക് മൂവ് ചെയ്യാനുള്ള താല്പര്യം ഉണ്ടായിരിക്കും, പൈസയും കൊടുക്കാം. പക്ഷെ ഈ പയ്യനൊരു ഐഡിയ ഇല്ലെങ്കിൽ അവൻ വേറെ വല്ലവരോട് ചോദിക്കുക ഏതാ വേണ്ടത്. സാർ പറഞ്ഞതുപോലെ എനിക്കൊരു ബിസിനസ് ചെയ്യുന്നുണ്ട്, ഏറ്റവും നല്ല ബിസിനസ് ഏതാണെന്ന് വേറൊരാളുടെ ബാർബർഷോപ്പിൽ പോയിരുന്നു ചോദിക്കുന്ന പോലെ ചോദിച്ചാൽ അത് കുഴഞ്ഞു പോകും. കാരണം അത് അപ്പൊ ഈ പറയുന്ന സാർ പറഞ്ഞ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ആ ഒരു സ്റ്റഡി ഒരാവശ്യമാണ്. അത് നല്ലൊരു ഗൈഡ് ലൈൻസുമാണ്. ഇത് വെറും നിസ്സാരമായിട്ട് നമുക്ക് തോന്നാം, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ബീയിങ് എ സ്റ്റുഡന്റ്, ഈ 8ാം ക്ലാസ് തൊട്ട് ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യാൻ സാബു സാർ പറഞ്ഞത് വളരെ വളരെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. YAP പ്രോഗ്രാമിലൂടെ മറ്റു പ്രോഗ്രാംസിലൂടെ വളരെ സപ്പോർട്ട് ചെയ്യുന്നു. അറ്റ് ദ സെയിം റോയ് സാർ പറഞ്ഞ പോലെ പേരൻസിന് ഒരു അവയർനെസ് ക്യാമ്പോ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമോ അവരെയും കൂടി ഉൾപ്പെടുത്തി ഇവരൊരു പക്ഷേ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾ ഭാഗത്തുനിന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് മേക്സ് എ ബിഗ് ഡിഫറൻസ്. നിങ്ങൾ ഇന്ന് വിചാരിക്കുന്ന രീതിയിലായിരിക്കില്ല നാളെ എന്നുള്ളത് നമുക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പൊ ഈ PTA മീറ്റിംഗ് വിളിക്കുന്ന പോലെ തന്നെ വിളിക്കണമെന്നാണ് ഇപ്പൊ ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. തീർച്ചയായിട്ടും ഐഡിയ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കാം. വേറെ ആർക്കെങ്കിലും? ജോഷ് സാർ ഉണ്ടോ? ഞാൻ പറയാം. അപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റവും നമ്മളെ ഐഡിയാസും എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സും ഗോൾസ് ഒക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇങ്ങനെ സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ നമുക്ക് നോക്കാം, 1940 മുതൽ 60 വരെയുള്ള ആളുകളുടെ ചിന്താഗതി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഹൈസ്കൂൾ പാസ്സായി ഒരു LDC ആവുക, ഒരു ടീച്ചർ ആവുക, എന്തെങ്കിലും ഒരു ജോലി ഗവൺമെന്റോ പ്രൈവറ്റോ എന്തെങ്കിലും ഒരു ജോലി കിട്ടുക എന്നുള്ള ഒരു നോട്ടത്തിലായിരുന്നു. പിന്നെ 1960 മുതൽ 80 വരെ ഉള്ള എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് ദ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഔട്ട്സൈഡ് ദ കൺട്രീസിലൊക്കെ പോകണം, എന്തെങ്കിലും ലേബറൊക്കെ ആയിട്ട് പോകുക എന്നുള്ളൊക്കെ ഒരു ഇതുള്ളൂ. ഹൈസ്കൂളൊക്കെ പാസ്സായി അല്ലെങ്കിൽ ഹൈസ്കൂൾ ഫെയിൽ ആയിട്ടുള്ള ആളുകളും ലേബർ ലെവലിലൊക്കെ പോകുന്ന ഒരു ചിന്താഗതിയായിരുന്നു. പിന്നെ 1980 മുതൽ 2000 വരെ വീണ്ടും അവിടുന്ന് കുറച്ചും കൂടി ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഔട്ട് ഓഫ് കൺട്രി പോവുക, വലിയ ജോലിയായിട്ടുള്ള എഞ്ചിനീയർ ഡോക്ടർമാരൊക്കെ ആവുക എന്നുള്ള ചിന്താഗതികളും അങ്ങനെ പോകുന്നവർ ഉണ്ടായിരുന്നു. അന്നാണ് ഈ ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറഞ്ഞ ഒരു ചുറ്റുപാടുണ്ടായത്. അതായത് ഇവിടുന്ന് നമ്മളെ കംപ്ലീറ്റ് റിസോഴ്സ് ഉപയോഗിച്ച് പഠിച്ച് വളർന്ന്
അവര് മൾട്ടിനാഷണൽ കമ്പനീസിലും പിന്നെ ഫോറിൻ കൺട്രീസിലൊക്കെ UK, USA, മിഡിൽ ഈസ്റ്റിലൊക്കെ പോയി അവര് അവിടെ NRI അവിടെ സെറ്റിലായി നമുക്ക് യാതൊരു പ്രയോജനം ഇല്ലാത്തൊരവസ്ഥയും അവര് നമ്മളെ ഇത്രയും ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഉറുപ്പിക ഗവൺമെന്റിന് ചെലവാകുന്നുണ്ട്. അത് തിരിച്ചു കിട്ടാത്തൊരവസരം ആയപ്പോഴാണ് ബ്രിങ് ബാക്ക് ടു ഇന്ത്യ. അതായത് നമ്മളെ കൺട്രിക്ക് തന്നെ ഈ പഠിച്ച ആളുകൾ അവിടെ പോയാലും അവര് ട്രെയിൻ ചെയ്തതിന് ശേഷം അവർ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ തന്നെ അവരെ ഡെവലപ്പ് ചെയ്യണം, ഇവിടെ തന്നെ അവരെ യൂസ് ചെയ്യണം എന്നുള്ളതിനനുസരിച്ചാണ് പിന്നെ ഈ സ്റ്റാർട്ടപ്പ് ബിസിനസ്സും കാര്യങ്ങളൊക്കെ 2020s കൊണ്ടുവന്നത്. അങ്ങനെ അതൊരു ചൈന മോഡൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നുണ്ട്. അതായത് ചൈനയിൽ കുട്ടികൾ ഹൈസ്കൂൾ പഠിക്കുന്ന സമയത്ത് തന്നെ ജോലിക്ക് പോകും. അതിനുശേഷം അവര് സ്വന്തം എല്ലാ വീട്ടിലും എന്തെങ്കിലും കുടിൽ വ്യവസായം ഉണ്ടാവും, അതിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ അവർ ബിസിനസ് മാർക്കറ്റിംഗ് ആയിട്ട് വേൾഡ് മുഴുവനും അവരുടെ മെറ്റീരിയൽസ് ഇന്ന് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ അവരുടെ ചീപ്പ് റേറ്റിൽ അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നത് എല്ലാവരും എല്ലാ വീട്ടിലും ഇത് തന്നെയാണ് പരിപാടി. ഇലക്ട്രോണിക്സ് ആയിട്ടും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതേസമയത്ത് നമ്മളവിടെ ജോലിയില്ല, പഠിച്ച ആളുകൾ ജോലിയില്ല എന്ന് പറഞ്ഞ് വെറുതെ വീട്ടിലിരിക്കുക എന്നല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ ആയതുകൊണ്ടാണ് ഈ സ്റ്റാർട്ടപ്പ് ബിസിനസ് സ്കൂൾ മുതൽ യൂണിവേഴ്സിറ്റി വരെ അതിനുള്ള ഇൻക്യുബേഷൻ സെന്ററുകളും അതിനുള്ള എല്ലാവിധ ഹെൽപ്പുകളും ഫാക്ടറീസ് ഇൻഡസ്ട്രി ആയിട്ടുള്ള ടൈപ്പ് ഒക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത് നല്ല ഡെവലപ്മെന്റ് ആയിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും സക്സസ്ഫുൾ ആവട്ടെ എന്ന് എല്ലാവിധ അഭിനന്ദനങ്ങളും നൽകുന്നു. സാറിന് ഇങ്ങനൊരു സൈറ്റ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ വിശദീകരിച്ചതിന് എല്ലാവിധ താങ്ക്സും. താങ്ക് യു സർ. സാർ കേരളത്തില് വളരെ പോപ്പുലർ ആയിട്ട് ചെയ്യുന്നുണ്ട്. ഞാനും സുദീപ് സാറും ഒക്കെ ആ ഗ്രൂപ്പിൽ അതിന്റെ പാർട്ടായിട്ട് ചെയ്യുന്നത്. ഓക്കെ, ഗുഡ്. പ്രൊമോട്ട് ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇവിടെ ഒരു പ്രത്യേക സ്ട്രാറ്റജി തന്നെ ഉണ്ട് അതിനു വേണ്ടി. ഓക്കെ, വേറെ ആർക്കെങ്കിലും? സാറേ ഇതൊക്കെ ഉണ്ട്. ഈ യാത്രയിലാണ് സാറേ, പിന്നെ വണ്ടി കുറച്ചേരം നിർത്തിയാണ്. പിന്നെ സുദീപ് സാർ നല്ല ക്ലാസ് ആയിരുന്നു. എപ്പോഴും അത് എപ്പോഴും പറയേണ്ട ആവശ്യമില്ല, കാരണം അത്രയും നല്ല ക്ലാസ്സുകളാണ്. ഞാൻ വിചാരിക്കലുണ്ട് MBA കഴിഞ്ഞ കുട്ടികൾക്കെല്ലാം ഈ പിന്നെ റോയ് സാറ് പറഞ്ഞ പോലെ, റോയ് സാർ ഒരു മിനിറ്റ് സ്റ്റാർട്ട് ചെയ്യല്ലേ, റോയ് സാർ പറഞ്ഞ പോലെ MBA കഴിഞ്ഞ കുട്ടികളെ ഇവരൊക്കെ പാരന്റ്സിനെ ഇരുത്തിക്കൊണ്ട് ക്ലാസ് കൊടുക്കണം. കാരണം +2 ചേരുമ്പോ തന്നെ സയൻസ് ഗ്രൂപ്പ് എടുത്തില്ലെങ്കിൽ കുട്ടികൾക്ക് സയൻസ് ഗ്രൂപ്പ് വേണ്ട, പക്ഷെ അത് സയൻസ് ഗ്രൂപ്പ് തന്നെ വേണമെന്ന് ശടിക്കുന്ന പാരന്റ്സ് ഉണ്ടാവാറുണ്ട്. കുട്ടികൾക്ക് ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ ലൈഫിൽ എന്തായി തീരണം എന്നുള്ളത്. അതുപോലെ നമ്മുടെ സാബു സാറ് പറഞ്ഞ പോലെ മുതലാളി ആവാനല്ല സാറേ അധികം ഇപ്പൊ ഇഷ്ടമുള്ളത്. ചില ആൾക്കാർ ഇങ്ങനെ തൊഴിലാളി ആയിട്ട് പോയിട്ട് മുതലാളിയായിട്ട് ഷോപ്പെല്ലാം തുടങ്ങുന്നവരുണ്ട്. അല്ലാതെ ഒരു MBA കഴിഞ്ഞിട്ട് ഒരു മാനേജർ പോസ്റ്റോ ചെറിയ പോസ്റ്റോ അവിടെ കിട്ടിക്കഴിഞ്ഞാൽ വീട്ടിലെത്തിയിട്ട് ഈ മൊബൈലും കൊണ്ട് കളിച്ചിട്ട് കുറെ സമയം കളയുന്ന, ബിസിനസ് നോക്കിയിട്ട് അത് മുന്നോട്ട് പോകണം എന്നുള്ള ആൾക്കാർ ആരും ഉണ്ടാവില്ല. സാറ് പറഞ്ഞ പോലെ അതിന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒരു നല്ലൊരു പഠനം തന്നെ മനസ്സുകൊണ്ട് നടത്തിയിരിക്കണം. സാറ് ക്ലാസ്സിൽ പറഞ്ഞില്ലേ, അത് എന്താ ഞാൻ ചെയ്യേണ്ടത്, തുടക്കത്തിൽ എന്താ ചെയ്യേണ്ടത് ഒരു ഐഡിയ വേണം. എങ്ങനെ അത് അധികം ഒന്നും നേട്ടുന്നില്ല സാറേ, ഞാൻ യാത്രയിലാണ്. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ, അപ്പൊ എല്ലാരും പറഞ്ഞു തോന്നുന്നു അല്ലെ? ഷാനിദ് കേൾക്കുന്നുണ്ടോ? ഷാനിദ് സ്റ്റാർട്ടപ്പിന്റെ ഒരു പുതിയ പ്രോഗ്രാം റൺ ചെയ്ത് ചീഫ് മിനിസ്റ്റർ ഡയറക്റ്റ് ഇന്റർവ്യൂവിന് വിളിച്ചിരിക്കുകയാണ് അവരുടെ കോളേജിലെ 10 കുട്ടികളൊപ്പം. ഷാനിദ് മ്യൂട്ടായിപ്പോ അല്ലേ? IIBയുടെ പാർട്ടായിട്ട് കോളേജിൽ ചെയ്തതാണ്. മണ്ണാർക്കാട് MES കോളേജിലെ സ്റ്റുഡന്റ് ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്. അങ്ങനെ അത്രയും ലെവലിലോട്ട് ഇപ്പൊ നമ്മളെയൊക്കെ ചെറുപ്പത്തിലൊന്നും ഇങ്ങനെ നമ്മൾ അവസരം കിട്ടിയിട്ടില്ല ഒരുപക്ഷെ നമുക്ക്. അപ്പൊ ഇങ്ങനെ കിട്ടിയ അവസരങ്ങളെ യൂട്ടിലൈസ് ചെയ്യുകയും അതിലൊരു ഉയർന്ന ലെവലിലോട്ട് എത്തുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ജോക്ക്. സോ അതിന് പ്രത്യേക അഭിനന്ദനങ്ങൾ. അൺമ്യൂട്ട് ചെയ്ത് എന്തെങ്കിലും കണക്റ്റഡ് ആയില്ല, കുഴപ്പം. ഞാൻ ഷാനിദിന് കൊടുത്തിരുന്നു, ഷാനിദിന്റെ. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, അപ്പം സുദീപ് സാർ താങ്ക് യു വെരി മച്ച് വൺസ് അഗൈൻ. അടുത്ത സെഷൻ നമുക്ക് അടുത്ത ദിവസം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അടുത്ത ദിവസം നമുക്ക് ഇതൊരു സ്റ്റുഡന്റ് സെൻട്രിക് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയതുകൊണ്ട് നമ്മുടെ ഈ
ഇരിക്കുന്ന ക്രൗഡിന് പറ്റിയ ടോപ്പിക് അല്ലായിരുന്നു. കാരണം ആ എന്ന് സാർ പറഞ്ഞാൽ സാർ അത് അങ്ങനെ നമുക്കൊരു അങ്ങനെ ഒരു കീഴ്വഴക്കമൊന്നുമില്ല. നമ്മളുടെ ഡ്യൂട്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. അത് അടുത്ത് എത്തിക്കോളും. നാളെ ദിവസം നമുക്ക് നമ്മുടെ സ്ട്രാറ്റജീസ് ഒന്നും ആഡ് ചെയ്യാൻ പറ്റിയില്ല. ഓൺലി പ്രിപ്പറേഷൻ ആണ്. ഫോക്കസ് ചെയ്ത് പ്രിപ്പറേഷൻ ആണ്. കാരണം എന്ന് പറഞ്ഞാൽ പ്രിപ്പറേഷൻ ആർ യു റെഡി, ദിസ് ഇസ് ഓൾ. കാരണം നിങ്ങളുടെ ബിസിനസ് ഉണ്ടെങ്കിൽ 100% കൊടുക്കാൻ സാധ്യതയാണ്. അതിന് ഡെഡിക്കേഷൻ ഉണ്ടോ, സ്കില്ലുണ്ടോ, ടാലന്റ് ഉണ്ടോ, അതിന് എന്നിട്ട് വേണം നമ്മൾ ഒരു സ്കില്ല് ഡെവലപ്മെന്റ് ഇതിൽ പോകും. നമ്മൾ ഒബ്സർവ് ചെയ്യുക. ചിലപ്പോൾ നമുക്ക് വിചാരിക്കും നമുക്ക് ഒരുപക്ഷെ കമ്പ്യൂട്ടർ കമ്പനി തുടങ്ങണം അല്ലെങ്കിൽ വെബ്സൈറ്റ് തുടങ്ങണം എന്ന് ആഗ്രഹിച്ചു. പക്ഷെ പല സൈറ്റുകൾ വയ്ക്കുമ്പോൾ ഇല്ല, എനിക്ക് അതിനെക്കാട്ടിൽ ഇച്ചിരൂടെ മാറിയാണ് എനിക്ക് ആഗ്രഹം വരുന്നത് എന്നുള്ളതായിരിക്കും പിന്നെ അവൻ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ആ ലെവലിലോട്ട് പോകണം. അപ്പം ഞാനിവിടെ ആദ്യം വന്ന സമയത്ത് ബിസിനസ് തുടങ്ങണമെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ എങ്ങനെയോ എത്തിപ്പെട്ടത് എന്താ പറയാ DCS മാറ്റിൽ പഠിപ്പിക്കാൻ കയറി. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് പറഞ്ഞു പഠിപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല, ട്രെയിനിങ് ആണ് ചെയ്യും, പക്ഷെ അവിടെ ഒരു അവസരം ഇല്ല. അപ്പോൾ CMSലോട്ട് വന്നു. സോ ദിസ് ആർ നമ്മുടെ പാഷൻ എന്താണ് നമുക്ക് ഉള്ളിലെ മനസ്സിലാക്കുന്നത്. ട്രയൽ ആൻഡ് എറർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ ഇന്ന് ചില ഇപ്പം ബിസിനസ് മാനേജ്മെന്റ് സംസാരിക്കുന്നു, ഞാൻ കരിയർ സംസാരിക്കുന്നു, പല കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷെ ഇതിൽ ഏറ്റവും ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യുകയും എനിക്ക് എന്നെ തന്നെ ഒരു കോൺഫിഡൻസ് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്താണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതിലോട്ട് നമ്മൾ എത്തിക്കാൻ കഴിയുമ്പോഴാണ് അതും ബിസിനസ്സും എല്ലാം ഒരുപോലെ തന്നെ. അപ്പം എനിക്ക് സ്റ്റുഡൻസിനോട് ലാസ്റ്റിലായിട്ട് തീർത്തുന്നതിന് മുമ്പ് പറയാനുള്ളത്, ഫൈൻഡ് വാട്ട് ഈസ് യുവർ പാഷൻ. റിയലി യു വാണ്ടഡ് ടു മേക്ക് മണി ഓർ നോട്ട്, ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. പാഷന്റെ പുറകെ പോകുന്നത് ഇറ്റ് ഇസ് നോട്ട് ബിസിനസ്. ഞാൻ പറഞ്ഞില്ലേ, പണ്ട് പാട്ടിന് പുറകെ പോകുന്നവരുണ്ട്, ചിത്രത്തിന് പുറകെ പോകുന്നത്, അത് ടോട്ടലി പാഷനാണ് അല്ലെ. അവര് പൈസയെ പറ്റി അന്ന് പ്രേമവിവാഹം ഇതിനകത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പ്രേമവിവാഹം അത് പാവപ്പെട്ടവര് പണക്കാരൊക്കെ കല്യാണം കഴിച്ചു പോകുന്നു, അവര് വേറെ ഒന്നും വിചാരിക്കുന്നു, ദേ ആർ ഫുള്ളി ഡെഡിക്കേറ്റഡ്. ഇന്നെന്ന് പറയുന്നത് അതല്ല. ബിസിനസ് ഇസ് നോട്ട് ദാറ്റ് അല്ലെ. ബിസിനസ് എന്ന് പറയുന്നത് പൈസ ഉണ്ടാക്കാനാണ് ബിസിനസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇഫ് യു ആർ എ ബിസിനസ് മാൻ, തിങ്ക് ട്വൈസ് ഓർ ത്രൈസ് ഓർ ടേക്ക് ദ അഡ്വൈസ് ഫ്രം ദ എക്സ്പേർട്സ് ആൻഡ് ഓൾ ദ ബെസ്റ്റ്. ഷാനിദ കേൾക്കുന്നുണ്ടോ? ഷാനിദ കേൾക്കാമോ? ഷാനിദ് കേൾക്കുന്നുണ്ട് സാർ. പറയൂ, നിങ്ങളുടെ അച്ചീവ്മെന്റ് ഒന്ന് പറയൂ. കുഴപ്പമൊന്നുമില്ല സാർ. നമ്മുടെ കോളേജിൽ ഫംഗ്ഷൻ കഴിഞ്ഞിരുന്നു. പിന്നീട് ഇപ്പോ അവര് രജിസ്റ്റർ ഫോർമാറ്റ്സ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സിഎമായിട്ട് മീറ്റിംഗ് നടന്നോ? ഇല്ല സാർ, അത് 20-ാം തീയതിയാണ്. ഓക്കെ, തിരുവനന്തപുരത്ത് വെച്ച്. വെരി ഗുഡ്. ഓൾ ദി ബെസ്റ്റ് കേട്ടോ. ഓ താങ്ക് യു സാർ. ഓക്കെ. ഈ മീറ്റിങ്ങിന് മുമ്പ് തന്നെ എനിക്ക് ഒരു അഡ്വൈസ് ഉള്ളത്, മീറ്റിംഗ് തന്നെ എന്തായിരിക്കും ചോദിക്കുന്നത് എന്ന് വിചാരിച്ച് നമ്മളൊരു സെൽഫ് പ്രിപ്പറേഷൻ വേണം. ഓൾറെഡി ഷാനിദിന് ഓൾറെഡി ഉണ്ട്, അല്ലെങ്കിൽ ഈ ഇത്രയും ലെവലിൽ എത്തത്തില്ല. പക്ഷെ എങ്കിലും ജസ്റ്റ് യു നീഡ് ടു പ്രിപ്പയർ വാട്ട് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ഹി ഈസ് ഗോയിങ് ടു ആസ്ക്, വാട്ട് യു ആർ ഗോയിങ് ടു ടോക്ക്. ഇതെല്ലാം ഒന്ന് പ്രിപ്പയർ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നത് സാബു സാറിനെ വ്യക്തിപരമായിട്ട് അറിയാവുന്നതുകൊണ്ട് സാബു സാറിന്റെ ഹെൽപ്പ് എടുക്കുക, പ്രാക്ടീസ് ഇറ്റ്. അപ്പോൾ നമുക്ക് ഈസി ആയിരിക്കും നമുക്ക് പറയാൻ. കാരണം ചിലപ്പോൾ നമ്മൾ ആലോചിച്ച് പറയുമ്പോൾ ചിലപ്പോൾ അവരുടെ സമയം കൂടെ ആയിരിക്കും കളയുന്നത്. അപ്പോൾ ചില ക്വസ്റ്റ്യൻസ് നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നമ്മൾ പറയുന്നതിന് പെർഫെക്ഷൻ ആൻഡ് ക്ലാരിറ്റി ഉണ്ടാകും. അതിലായിരിക്കും നമ്മുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നത്, അവർക്കൊരു ഇംപ്രഷൻ വരുന്നത്. ദൃശ്യം സിനിമയെ പോലെ അല്ലേ? ഓക്കെ, ഷാനിദ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പോൾ താങ്ക് യു സർ വൺസ് അഗൈൻ. നാളെ നമുക്ക് നമ്മളുടെ വൈവാഹിക ജീവിതവും അതിന്റെ പ്രശ്നങ്ങളും മാധ്യസ്ഥവും അതിന്റെ പാർട്ട് 2 ആണ് നാളെ വൈകുന്നേരം 7 മണിക്ക്. So okay, thank you once again and good night. See you. Okay, good night, sir. Bye.